ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ നോക്കാണ്ട് പോകുന്നത് നമ്മുടെ 2024 ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ദെൻ അതിന്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കറണ്ട് റിവൈസ് ചെയ്യാം. ഓക്കെ, റിവൈസ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ എക്സാമിനേഷൻ മുൻപായിട്ട് ഞാൻ ഒന്ന് രണ്ട് റിവിഷൻ ക്ലാസ് അറേഞ്ച് ചെയ്യാം കഴിഞ്ഞ ടോപ്പിക്സ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ബുദ്ധിമുട്ടുള്ള ടോപ്പിക്സ് ഉണ്ടെങ്കിൽ ആ ടോപ്പിക്സ് പറയുക. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് നമുക്ക് റിവിഷൻ ക്ലാസ് അറേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 21st അല്ലേ എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന്റെ ഇടയിൽ ഗ്യാപ്പ് വരുന്ന അനുസരിച്ചിട്ട് ഞാൻ റിവിഷൻ ക്ലാസ് അറേഞ്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും ടോപ്പിക്സ് എന്തെങ്കിലും പെയിന്റിംഗ് എന്തെങ്കിലും അല്ലെങ്കിൽ മിസ്സിംഗ് ഉണ്ടെങ്കിലും അത് ഒന്ന് ഇൻഫോം ചെയ്യാം. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലും എന്ത് ചെയ്യാം, അതും അവിടെ ഇൻഫോം ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ 2024 ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ച് ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഒരുമാതിരി ക്വസ്റ്റ്യൻ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അവിടെ പറഞ്ഞു. ഓക്കെ, എന്തൊക്കെ നമ്മൾ പറഞ്ഞത്? ഓക്കെ, നമ്മുടെ ഈ ഒരു ബൈനറി കോഡ് ഡെസിമലിനെ കുറിച്ച് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ നമ്മുടെ ബൈനറി കോഡ് ഡെസിമൽ എന്ന് പറയുമ്പോൾ എന്താണ്? BCD കോഡ്സ്. ഓക്കെ, BCD കോഡ്സ് നമ്മൾ പറയും. ഓക്കെ, അതെന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഒരു 4-bit ബൈനറി നമ്പർ. ഓക്കെ, നമ്മുടെ സാധാരണ ഒരു ഡെസിമൽ നമ്പറിനെ എന്താ നമുക്ക് ബൈനറി കോഡ് ഡെസിമൽ ബൈനറി നമ്പർ നമ്മളുടെ വ്യത്യാസം എന്ന് പറയുന്നത് ബൈനറി നമ്പേഴ്സ് നമുക്ക് ഇപ്പൊ 2 ബിറ്റ് ഒക്കെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ബട്ട് ഇതെന്ന് പറയുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഫോമിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, 4 ബിറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇങ്ങനെ 4 ബിറ്റ് ആയിട്ട് എന്ത് ചെയ്യാണ്, ഒരു ബൈനറി നമ്പറിന് നമ്മൾ അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മൾ എന്ത് പറയുന്നത്, നമ്മുടെ ബൈനറി കോഡ് ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് നമ്മൾ അവിടെ പറയുന്നത്. അപ്പൊ ഇതിന്റെ യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു എന്താ ഡിസ്പ്ലേ ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ LCD ഡിസ്പ്ലേ അല്ലെങ്കിൽ LED ഡിസ്പ്ലേ ഒക്കെ. അപ്പൊ അത്തരം ഡിസ്പ്ലേ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഡിസ്പ്ലേ നമുക്ക് ചെയ്യാനായിട്ട്, ഓക്കെ, അപ്പൊ അതിലൊക്കെ നമുക്ക് കമാൻഡ്സ് കൊടുക്കാനും ദെൻ അതിൽ നമുക്ക് ഇൻഫർമേഷൻസ് കൊടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്, ഇത്തരത്തിലുള്ള ബൈനറി കോഡ് ഡെസിമൽസ് നമ്മളോട് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ 0 മുതൽ 9 നമ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ ബൈനറി കോഡ് ഡെസിമൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഒരു നമ്പറിനെ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യണം, 4 ബിറ്റ് വരും. അപ്പോൾ 0 0 0 1 എന്താണ് മീനിങ്? 1 എന്നാണ് മീനിങ്. ഓക്കെ, 1. അപ്പോൾ 2 ആണെങ്കിലോ നമുക്ക് 0 0 0 1 1 0 എന്ന് വരും. ഇപ്പൊ 2 എന്ന് എഴുതണമെങ്കിൽ നമുക്ക് ഇവിടെ 0 0 1 0 എന്ന് എഴുതണം. ഓക്കെ, സാധാരണ 2 എന്ന് എഴുതാൻ വേണ്ടി നമുക്ക് 1 0 മാത്രം മതി. ബട്ട് ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, 0 0 1 0 എന്ന് അവിടെ നമ്മൾ എഴുതണം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, does the pair of atoms C14 and 816 represent the isotones? ഇത് ഐസോടോൺസ് ആണോ എന്ന് ചോദിക്കുന്നത്. ഇവർ എന്താണ്, ഐസോടോൺസ് ആണ്. കാരണം ഇവർക്ക് രണ്ടും എന്തുണ്ട്, 8 ന്യൂട്രോൺസ് ഉണ്ട്. അപ്പൊ സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഐസോടോൺസ് എന്ന് പറയാറുണ്ട്. ഓക്കെ, ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ആ ഒരു ഒരു ക്ലാസിന്റെ എൻഡിംഗിൽ ഞാൻ മെൻഷൻ ചെയ്തിരുന്നു ഈ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഒന്നുകൂടി ഞാനിപ്പോ പറയുവാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദ മെയിൻ ലൈഫ് ഓഫ് എ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ഈസ് 200 days, വാട്ട് ഈസ് ദ ഹാഫ് ലൈഫ്? അപ്പൊ മെയിൻ ലൈഫ് തന്നിട്ടുണ്ട്, നമുക്ക് എന്ത് ഡിറ്റർമിൻ ചെയ്യണം, വി ഹാവ് ടു ഡിറ്റർമിൻ ദ ഹാഫ് ലൈഫ്. ഓക്കെ, മെയിൻ ലൈഫ് ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്, നമുക്കിവിടെ ഹാഫ് ലൈഫ് എന്ത് ചെയ്യണം, ഡിറ്റർമിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഹാഫ് ലൈഫ് ഇക്വേഷൻ T half ആണ്. T half is equal to mean life. ഓക്കെ, mean life divided by log 2. ln2 ആണ് എന്ത് പറയുന്നത്, നമ്മളവിടെ T half നമ്മൾ അവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ തന്നിട്ടുള്ളത് 200 ഡേയ്സ് ആണ്. അപ്പൊ കൺവേർട്ടിംഗ് ടു ഡേയ്സ് കൺവേർട്ട് ചെയ്യേണ്ട ഡയറക്റ്റ് എടുത്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഡേയ്സ് തന്നെ ആൻസർ കിട്ടും. ഓക്കെ, അവേഴ്സിലോട്ടോ സെക്കൻഡ്സിലോട്ടോ ആക്കേണ്ട ആവശ്യമില്ല. ഒരു മാർക്ക് തന്നെയല്ലോ, ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ഡേയ്സിൽ തന്നെ വെച്ചേക്കുക. ഓക്കെ, അപ്പൊ എത്ര കിട്ടും, 200 ബൈ log 2.693 സംതിങ് വരും. ഓക്കെ, അപ്പോൾ ചെയ്യുന്ന സമയത്ത് ഒരു 288.7 സംതിങ് ഡേയ്സ് വരും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് നെപ്റ്റ്യൂണിയൻ സീരീസ്? ഓക്കെ, അപ്പൊ നെപ്റ്റ്യൂണിയൻ സീരീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആർട്ടിഫിഷ്യലി ആയിട്ട് ചെയ്തിരിക്കുന്ന സീരീസ് ആണ്. ബാക്കി നമുക്ക് നാച്ചുറലി ഒക്കറിംഗ് ആയിട്ടുള്ള സീരീസ് ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, നമ്മുടെ റേഡിയോ ആക്റ്റീവ് സീരീസ്, തോറിയം സീരീസ്, ആക്ടിനിയം സീരീസ്, അതൊക്കെ വരുന്നത്. ഓക്കെ, നെപ്റ്റ്യൂണിയൻ സീരീസ് എന്ന് പറയുമ്പോൾ എന്താണ്, റേഡിയോ ആക്റ്റീവ് സീരീസ് ആണ്. അപ്പോൾ ഇതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് ഇത് ആർട്ടിഫിഷ്യലി ചെയ്തിരിക്കുന്ന സീരീസ് ആണ്, എന്ത് നെപ്റ്റ്യൂണിയം സീരീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ നെപ്റ്റ്യൂണിയത്തിലും എൻഡ് ചെയ്തിട്ടാണ് ബിസ്മത്തിലാണ് കേട്ടോ. ബിസ്മത്ത് 83 സ്റ്റാർട്ട് ചെയ്ത് നെപ്റ്റ്യൂണിയം 93യും ബിസ്മത്ത് 83യിലാണ് എന്ത് ചെയ്യുന്നത്, ബിസ്മത്തിലാണ് ഈ സീരീസ് എൻഡ് ചെയ്യും. അപ്പൊ നിങ്ങൾ എല്ലാ സീരീസും നമുക്ക് ടോട്ടലി 4 സീരീസോട് പഠിക്കാനുണ്ട്. അപ്പോൾ 4 സീരീസും എന്ത് ചെയ്യുക, 4 സീരീസോട് കറക്റ്റ് ആയിട്ട് നമ്മൾ അവിടെ മനസ്സിലാക്കി വെച്ചേക്കുക. കാരണം അത് നമുക്ക് ഓരോ സീരീസിനെ കുറിച്ച് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയണം. ഓക്കെ, ഓരോ സീരീസിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഐഡിയ നമുക്ക് അവിടെ ഉണ്ടാവണം. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സാമിനേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, then next question, what are the distinct features of vector atom model? Okay, അപ്പോൾ vector atom മോഡലിന്റെ distinct features, okay, അതിന്റെ പോസ്റ്റ്ലേറ്റ്സ് അല്ല ചോദിക്കുന്നത്. പോസ്റ്റ്ലേറ്റ് ചോദിച്ചാൽ സ്പിൻ ഓർബിറ്റ്, സ്പിന്നിങ് ഓഫ് ഇലക്ട്രോണും ആൻഡ് കോണ്ടൻസേഷൻ. ഓക്കെ, സ്പേഷ്യൽ കോണ്ടൻസേഷൻ. അപ്പൊ ഇത് രണ്ടും മെയിൻ ആയിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ ഫീച്ചേഴ്സ് ആണ്. അപ്പൊ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ വെക്ടർ ആറ്റം മോഡൽ യൂസ് ചെയ്ത്
നമുക്ക് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയ കാര്യം എന്തൊക്കെ നമുക്ക് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഡിസ്റ്റന്റ് ഫീച്ചേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ സ്പിൻ ആൻഡ് ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റസിനെ കുറിച്ചുള്ള ഐഡിയാസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, വെക്ടർ ആറ്റം മോഡൽ കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി. ഓക്കെ, സ്പിൻ ആൻഡ് ആംഗുലാർ മൊമെന്റ്. ഓക്കെ, ആംഗുലാർ മൊമെന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, അവിടെ ഡിസ്കസ് ചെയ്യാൻ പറ്റി. ദെൻ അതുപോലെ തന്നെ സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ്. ഓക്കെ, സ്പിൻ ഓർബിറ്റ് കപ്ലിംഗിനെ കുറിച്ചുള്ള ഐഡിയ. പിന്നെ നമുക്ക് കോണ്ടന്റ് നമ്പേഴ്സ് ഉണ്ടല്ലോ. ഓക്കെ, കോണ്ടന്റ് നമ്പേഴ്സിന്റെ ഇൻട്രൊഡക്ഷനും ഏത് മോഡലിൽ നിന്ന് വരുന്നതാണ്, ഇറ്റ് ഓൾസോ ഇൻട്രൊഡ്യൂസ്ഡ് ഫ്രം ദ വെക്ടർ ആറ്റം മോഡൽ. ഓക്കെ, അത് ഇതിൽ നിന്ന് വരുന്നതാണ്, വെക്ടർ ആറ്റം മോഡലിൽ നിന്ന് വരുന്നതാണ്. ഓക്കെ അല്ലേ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്, വെക്ടർ ആറ്റം മോഡലിന്റെ ഒരു ഡിസ്റ്റിന്റ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ നമുക്ക് സ്പേഷ്യൽ ക്വാണ്ടൈസേഷൻ സ്പിന്നിങ് ഓഫ് ഇലക്ട്രോൺ പോസ്റ്റ്ലേറ്റ്സ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ വെക്ടർ ആറ്റം മോഡൽ തന്ന റിസൾട്ട്സ് ഓഫ് വെക്ടർ ആറ്റം മോഡലാണ് അതെന്ന് പറയുന്നത്. അപ്പോൾ ഫീച്ചേഴ്സ് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതൊക്കെ തന്നെ എഴുതണം. ഓക്കെ, മറ്റും ഇൻക്ലൂഡ് ചെയ്യാം, ബട്ട് ഈ ഒരു കാര്യം കോണ്ടന്റ് നമ്പേഴ്സിന്റെ ഇതും ക്വാണ്ടൈസേഷൻ റൂൾസ് ഒക്കെ എന്താണ് ഇതിന്റെ ഫീച്ചേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ഓക്കെ, next question, give the experimental evidence which has an essential for development of the quantum mechanics. Okay, quantum mechanics introduction എന്തൊക്കെയായിരുന്നു, ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. ഓക്കെ, ബ്ലാക്ക് ബോഡി റേഡിയേഷൻ അതിന്റെ എക്സാമ്പിൾ ആണ്. ദെൻ അതുപോലെ തന്നെ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. ഓക്കെ, ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് ആയിട്ട് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അപ്പോൾ ഓരോന്നും എന്താണെന്ന് കാര്യം കറക്റ്റ് പഠിച്ചു വെക്കുക. പിന്നെ നമുക്ക് എന്തുണ്ട്, നമ്മുടെ ഒരു ഹാർമോണിക് ഓസിലേറ്റർ, 3n ഹാർമോണിക് ഓസിലേറ്റർ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഉണ്ട്. ദെൻ നമ്മുടെ ബ്ലാക്ക് ബോഡിയുടെ ബേസിസിലാണ് റെയിലേ ജീൻസ് ലോയും ഓക്കെ വെയിൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ ഒക്കെ അതിനകത്ത് വരുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ കോംപ്ടൺ ഷിഫ്റ്റ്, കോംപ്ടൺ അല്ല കോംപ്ടൺ ഷിഫ്റ്റ്, COMPOTN. ഓക്കെ, കോംപ്ടൺ ഷിഫ്റ്റ് ഉണ്ട്. ഓക്കെ, എക്സ്റേ സ്കാറ്ററിംഗ് ബന്ധപ്പെട്ട്. ഓക്കെ, അതൊക്കെ എന്താണ് ഇതിന്റെ എക്സാമ്പിൾസ് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ദെൻ പിന്നീട് വരുന്നത് നമ്മുടെ എന്താ ഹൈഡ്രജൻ സ്പെക്ട്രം. ഒക്കെ ഇതിന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് വേണമെങ്കിൽ പറയാം കേട്ടോ, അതൊക്കെ ഇതിന്റെ ഇൻക്ലൂഡ് ചെയ്യുന്ന കേസസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, there is a question, an eigenvalue equation is represented by the HSI is equal to ESI. Name the terms involved. Okay, അപ്പോൾ നമുക്ക് HSI is equal to ESI എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ഇതൊരു ഐഗൻ വാല്യൂ ഇക്വേഷൻ ആണ്. അപ്പോൾ അതിനകത്തുള്ള ടേംസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് പറയുന്നത് H എന്താണ്, ഹാമിൽട്ടോണിയൻ. ഓക്കെ, ഹാമിൽട്ടോണിയൻ. അപ്പൊ എന്താണ് ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത്, ഒരു സിസ്റ്റത്തിന്റെ ടോട്ടൽ എനർജിയാണ് എന്ത് റെപ്രസെന്റ് ചെയ്യുന്നത്, ഹാമിൽട്ടോണിയൻ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, H ഈക്വൽ ടു T+V എന്ന് പറയാം. കാരണം ടോട്ടൽ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ് എന്തെന്ന് പറയുന്നത്, നമ്മൾ അവിടുത്തെ എന്താ ഹാമിൽട്ടോണിയൻ ഓഫ് ദ സിസ്റ്റം എന്നാണ് നമ്മളിവിടെ മീൻ ചെയ്യുന്നത്. ഓക്കെ, ഹാമിൽട്ടോണിയൻ ഓഫ് ദ സിസ്റ്റം. ഓക്കെ, അപ്പൊ ദെൻ അതുപോലെ സൈ എന്താണ്, വേവ് ഫംഗ്ഷൻ. ഓക്കെ, സൈ ഇസ് ദ വേവ് ഫംഗ്ഷൻ. സൈ അവിടുത്തെ വേവ് ഫംഗ്ഷൻ ആണ്. ദെൻ പിന്നീട് എന്തുണ്ട്, എനർജി ഉണ്ട്. ഈ എന്താണ് അവിടുത്തെ എനർജി ഓഫ് ദ സിസ്റ്റം, അല്ലെങ്കിൽ എനർജി ഓഫ് ദ സിസ്റ്റം എന്നല്ല, എനർജി ഐഗൻ വാല്യൂസ് എന്ന് പറയും. ഓക്കെ, അതായത് ഇതിന് ഇക്വലന്റ് ആയിട്ട് വരുന്ന കാര്യം തന്നെയാണ് ഈ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ HSI ഈക്വൽ ESI നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോ ഈസ് ദ എനർജി ഐഗൻ വാല്യൂ. ഓക്കെ, എനർജി ഇത് ഫംഗ്ഷൻ, അതായത് ഈ ഒരു ഓപ്പറേറ്റർ ഈ ഒരു ഫംഗ്ഷനിൽ ആക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നത്, E എന്ന് പറയുന്ന ആ ഒരു എന്താ എനർജി വാല്യൂ കിട്ടുന്നത്. ഓക്കെ, സൈ എന്ന് വെച്ചാൽ ഓപ്പറേറ്റർ, നമ്മൾ സാധാരണ അഡീഷൻ സബ്ട്രാക്ഷൻ പറയുന്ന പോലെ ഒരു ഹാമിൽട്ടൺ ഓപ്പറേറ്റർ. ഓക്കെ, സൈ എന്താണ് അവിടുത്തെ വേവ് ഫംഗ്ഷൻ. അപ്പോ H എന്ന് പറയുന്ന ഓപ്പറേറ്റർ കേട്ടോ, പറഞ്ഞ മാറിപ്പോയെന്തോ. ഓക്കെ, നിങ്ങൾ കേൾക്കാം. H എന്താണ് ഓപ്പറേറ്റർ, സൈ എന്താണ്, സൈ എന്ന ഫംഗ്ഷൻ. ഓക്കെ, സെയിം സമയത്ത് കിട്ടുന്ന റിസൾട്ട് ആണ് എന്ത് അവിടുത്തെ എനർജി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ അത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്കീമാറ്റിക്കലി റെപ്രസെന്റ് പി എൻ ജംഗ്ഷൻ കണക്റ്റഡ് വിത്ത് ഫോർവേഡ് ആൻഡ് റിവേഴ്സ് ബയാസിംഗ്. ഓക്കെ, അപ്പോൾ ഫോർവേഡ് ബയാസിംഗ് റിവേഴ്സ് ബയാസിംഗ് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഇങ്ങനെ വരച്ച് എന്ത് ചെയ്യണം, കാണിക്കണം. ഓക്കെ, സ്കീമാറ്റിക് റെപ്രസെന്റേഷൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫോർവേഡ് ബയാസിംഗ് റിവേഴ്സ് ബയാസിംഗ് എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് അവിടെ വരച്ചെടുക്കുക. ഓക്കെ, ഫോർവേഡ് ബയാസിംഗ് റിവേഴ്സ് ബയാസിംഗ്. അപ്പൊ നമ്മൾ ഡയോഡിന്റെ സിമ്പിൾ യൂസ് ചെയ്ത് കാണിച്ചാൽ മതി. ഓക്കെ, ഡയോഡിന്റെ സിമ്പിൾ യൂസ് ചെയ്ത് ഫോർവേഡ് ബയാസിംഗ് റിവേഴ്സ് ബയാസിംഗ് അറിയാലോ, ബാറ്ററി കൊണ്ട് തിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഫോർവേഡും റിവേഴ്സ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ അത് എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് വരയ്ക്കുക. ഓക്കെ, ഫോർവേഡ് ബയാസിംഗ് ആൻഡ് റിവേഴ്സ് ബയാസിംഗ്. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, രണ്ട് ബയാസിംഗ് സ്റ്റേജ് ഉണ്ട്. ദെൻ ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫോർവേഡ് ബയാസിംഗ് റിവേഴ്സ് ബയാസിംഗ് ആയിരിക്കും വരയ്ക്കാൻ ചോദിക്കുന്ന, ഇതിന്റെ ഗ്രാഫ് ആയിരിക്കും. ഓക്കെ, ഇങ്ങനത്തെ ഗ്രാഫ് വരയ്ക്കാൻ ചോദിക്കും. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ കണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഗ്രാഫ് പ്ലോട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, ഫോർവേഡിന്റെ റിവേഴ്സിന്റെയും ക്യാരക്ടറിസ്റ്റിക്സ് ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ ചോദിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഗ്രാഫ് ഇതാണ്, ദെൻ റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ഗ്രാഫ് ഇതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ബ്രേക്ക് ഡൗൺ പോയിന്റും അതൊക്കെ നോക്കുക. ഇവിടെ നമുക്ക് നീ വോൾട്ടേജ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് വേണം അത് വരയ്ക്കാനായിട്ട്. അപ്പൊ എന്ത് വരച്ചാലും ലേബലിംഗ് കറക്റ്റ് ആയിട്ട് ഉണ്ടാവണം. ഓക്കെ അല്ലേ. ഓക്കെ, ലേബലിംഗ് കറക്റ്റ് ആയിട്ട് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് തെർമൽ റണ്ണവേ. ഓക്കെ, അപ്പൊ എന്താണ് തെർമൽ റണ്ണവേ. ഓക്കെ, എന്താണ് തെർമൽ റണ്ണവേ, നമ്മൾ പല പ്രാവശ്യം കൊണ്ട് പറയുന്ന ഒരു കാര്യമാണ്. ഇലക്ട്രോണിക്സിലൊക്കെ നമ്മൾ ഒന്ന് രണ്ട് തവണ ഓക്കെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതാണ്.
അപ്പൊ നമുക്ക് അവിടെ ഒരു ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ കളക്ടർ കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ കളക്ടർ കറണ്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും, ഫർദർ ആയിട്ട് വീണ്ടും അവിടെ എന്ത് കൂടുന്നുണ്ട്, ഇറ്റ് ഈസ് ഓൾസോ ഫർദർ ഇൻക്രീസിങ് ദ ടെമ്പറേച്ചർ. ഓക്കെ, അപ്പൊ ഓൾറെഡി നമുക്ക് ഒരു ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ടെമ്പറേച്ചർ ഇൻക്രീസ് അനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ടെമ്പറേച്ചർ ഇൻക്രീസ് ആകുന്ന അനുസരിച്ചിട്ട് ഇൻക്രീസ് ഇൻ കളക്ടർ കറണ്ട്. ഓക്കെ, കളക്ടർ കറണ്ട് വീണ്ടും എന്ത് ചെയ്യും, കറണ്ട് കൂട്ടും. കറണ്ട് കൂടുന്ന അനുസരിച്ച് വീണ്ടും മെജോറിറ്റി ക്യാരറ്റ്സ് കൂടുന്നു. മെജോറിറ്റി ക്യാരറ്റ്സ് കൂടുന്ന അനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും അവിടെ ടെമ്പറേച്ചർ കൂടുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ ഒരു സൈക്ലിക് പ്രോസസ് നടക്കുന്നുണ്ട്. അപ്പോൾ അതെന്തിന് കൊണ്ടെത്തിക്കും, നമ്മൾ ആ ഡിവൈസിന്റെ ഒരു ഫെയിലുവറിലോട്ട് കൊണ്ടെത്തിക്കുന്നുണ്ട്. ഓക്കെ, ഡിവൈസ് എന്ത് ചെയ്യും, ബേൺ ഔട്ട് ആയിട്ട് പോകേണ്ട ടെൻഡൻസി അവിടെ കൂടുതൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്ന കേസ് നമ്മൾ എന്ത് പറയുന്നത്, അത്തരം കേസുകളാണ് നമ്മൾ അവിടെ ദേ ആർ കോൾഡ് ആസ് ദ തെർമൽ റൺഅവേ. ഓക്കെ, അപ്പൊ അത് നമ്മളിവിടെ തെർമൽ റൺഅവേ അവിടെ നമ്മൾ പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് തെർമൽ റൺഅവേ അവിടെ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതില് നമ്മുടെ തെർമൽ റൺഅവേ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ അതിന്റെ ബാക്ക് മറ്റേ സ്റ്റെബിലൈസേഷൻ ഫാക്ടർ, ഓക്കെ, ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ കൊണ്ടുവരിക. ഓക്കെ, കാരണം അതൊക്കെ നമ്മളോട് പഠിച്ചതാണ്. ഓക്കെ, സ്റ്റെബിലൈസേഷൻ ഫാക്ടർ, പിന്നെ ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ. ഓക്കെ, അപ്പൊ അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ അവിടെ പഠിച്ചു. അപ്പൊ നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, പഠിച്ച കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് ഒന്നുകൂടി ഒന്ന് റിവേഴ്സ് ചെയ്ത് എടുക്കുക. നമുക്ക് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ളതാണ് ഇലക്ട്രോണിക്സ്. ഓക്കെ, നല്ല രീതിയിൽ പഠിച്ചാലേ നമുക്ക് ഇലക്ട്രോണിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ഒന്നുകൂടി എടുത്ത് നോക്കുക. ഏതെങ്കിലും ടോപ്പിക്സ് ഒന്നുകൂടി എടുക്കണമെങ്കിൽ പറയണം. ഓക്കെ, നെക്സ്റ്റ്, ഡ്രോ ദ ഔട്ട്പുട്ട് വേവ് ഫോം ഓഫ് ഹാഫ് വേവ് റെക്ടിഫയർ വിത്ത് ഇൻപുട്ട് സൈൻ വേവ്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമ്മളോട് എഴുതുന്നത് എന്ത് ചെയ്യണം, ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു സമയം നമ്മൾ എന്ത് ചെയ്യുക, ഇൻപുട്ട് വേവ് ഫോം വരയ്ക്കണം, ഔട്ട്പുട്ട് സൈൻ വേവ് വരയ്ക്കണം. ഓക്കെ, അതായത് ഇൻപുട്ട് സൈൻ വേവ് എന്ന് പറയുമ്പോൾ എങ്ങനെ വരും, ഇതാണ് നമ്മുടെ ഇൻപുട്ട് സൈൻ വേവ്. ഓക്കെ, ഇൻപുട്ട് സൈൻ വേവ്. ഇനി ഔട്ട്പുട്ട് ഹാഫ് വേവ് ആണെന്ന് ഓർക്കുക. അപ്പൊ ഇതിന് ഇക്വലന്റ് ആയിട്ടുള്ള രീതിയിൽ ഒന്ന് വരയ്ക്കാനായിട്ട് ഒരിക്കലും മാറ്റി ഒന്ന് വരയ്ക്കില്ല. ഓക്കെ, ഇങ്ങനെ വരച്ചു പോകല്ലേ, അത് മിസ്റ്റേക്ക് ആണ് കേട്ടോ. ചില ടീച്ചേഴ്സ് കറക്റ്റ് റെറ്റ് ചെയ്യും. ഓക്കെ, മാർക്ക് തരത്തില്ല അവരെ. നമുക്കിപ്പോ ഹാഫ് വേവ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു സൈക്കിൾ മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ നിങ്ങൾക്ക് അപ്പർ ഹാഫ് സൈക്കിൾ പ്രസന്റ് ആണെന്ന് കാണിക്കാം, ഇല്ലെങ്കിൽ ലോവർ ഹാഫ് സൈക്കിൾ പ്രസന്റ് ആണെന്ന് കാണിക്കാം. ഓക്കെ, അപ്പൊ എന്ത് തന്നെ ആയിരുന്നാലും ഇതിന് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ അത് വരയ്ക്കാൻ ശ്രമിക്കുക. ഈ രീതിയിൽ എന്ത് ചെയ്യണം, ഇങ്ങനെ വരച്ചു പോകണം. ഓക്കെ, അതായത് ഇത് ആബ്സെന്റ് ആണ്, അടുത്ത് വീണ്ടും എന്ത് ചെയ്യും, ഇത് പ്രസന്റ്, അടുത്ത് ആബ്സെന്റ്. ഓക്കെ, അപ്പൊ അങ്ങനെ എന്ത് ചെയ്യേണ്ടത്, ആ ഒരു ആൻസർ ചെയ്യേണ്ട ലേബലിംഗ് ബാക്കിയെല്ലാം ഓക്കെ നമ്മുടെ ടൈമിനും വോൾട്ടേജ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ അവിടെ മാർക്ക് ചെയ്യണം. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ അത് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, അത് കറക്റ്റ് ആയിട്ട് നോക്കുക ആ ഒരു കേസ്. ഓക്കെ, അപ്പൊ ഹാഫ് വേവ് വരയ്ക്കാൻ ചോദിക്കാം, ചിലപ്പോൾ ഫുൾ വേവ് വരയ്ക്കാൻ ചോദിക്കാം, ചിലപ്പോൾ ഇതിന്റെ ഏതെങ്കിലും സർക്യൂട്ട് മാത്രം ഡ്രോ ദ ലേബിൾഡ് ഡയഗ്രാം ഓഫ് എ എന്താ ബ്രിഡ്ജ് റെക്ടിഫയർ. ഓക്കെ, അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓക്കെ, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് വോൾട്ടേജ് റെഗുലേറ്റർ. ഓക്കെ, അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പൊ അതൊക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യാം, ലേബിൾ ചെയ്യാനായിട്ട് കറക്റ്റ് ഓർക്കുക. ലേബിൾ ചെയ്തില്ലെങ്കിൽ അര മാർക്ക് കുറയും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, നമ്മുടെ സെക്ഷൻ ബി ആണ്, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്കപ്പോ ഇത് പ്രൂവ് ദാറ്റ് എ പ്ലസ് ബി ദ ഹോൾ കോംപ്ലിമെന്റ് പ്ലസ് എ പ്ലസ് ബി ദ ഹോൾ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എ ഡാഷ്. ഓക്കെ, ഇതാണ് നമുക്ക് അവിടെ പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ നമ്മുടെ ഡി മോർഗൻസ് ലോ, ഓക്കെ, ഡി മോർഗൻസ് ലോ അനുസരിച്ചിട്ട് നമുക്ക് അവിടെ എന്തുണ്ട്, ഡി മോർഗൻസ് ലോ അനുസരിച്ചിട്ട് എ പ്ലസ് ബി ദ ഹോൾ കോംപ്ലിമെന്റിന് ഒരു ആൻസർ ഉണ്ട്, ദാറ്റ് ഇസ് എ കോംപ്ലിമെന്റ്, സോറി ഇവിടെ അല്ല കേട്ടോ, ഇവിടെയാണ്. ഓക്കെ, എ പ്ലസ് ബി ഹോൾ കോംപ്ലിമെന്റ്, ദാറ്റ് ഇസ് എ കോംപ്ലിമെന്റ് ഇൻറ്റു ബി കോംപ്ലിമെന്റ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പോ അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് എന്ത് കിട്ടും, ദാറ്റ് ഇസ് എ കോംപ്ലിമെന്റ് ബി കോംപ്ലിമെന്റ്, ദെൻ ഇവിടെ ഹോൾ പ്ലസ് അല്ലേ. ഓക്കെ, അപ്പൊ വീണ്ടും വരുന്ന സമയത്ത് എ കോംപ്ലിമെന്റ് ബി കോംപ്ലിമെന്റ്. ഓക്കെ, അപ്പൊ ഇതില് നമുക്ക് പറയാം ഇതിന്റെ ഈ ഒരു റിസൾട്ട്. ഓക്കെ, റിസൾട്ട് നമുക്ക് അവിടെ ഇപ്പോ എ കോംപ്ലിമെന്റ് ബി കോംപ്ലിമെന്റ്, എ കോംപ്ലിമെന്റ് ബി കോംപ്ലിമെന്റ് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എ കോംപ്ലിമെന്റ് ബി കോംപ്ലിമെന്റ് കിട്ടും. ഓക്കെ, എ കോംപ്ലിമെന്റ് ബി കോംപ്ലിമെന്റ്. അപ്പൊ ഇവിടെ ബി ഈസ് ഈക്വൽ ടു 1 എന്ന് കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് വരത്തുള്ളൂ, ബി ഈസ് ഈക്വൽ ടു 1 ആക്കിയാൽ മാത്രമേ എ കോംപ്ലിമെന്റ് കിട്ടത്തുള്ളൂ. ഓക്കെ, അതായത് ഇതിന്റെ റിസൾട്ട് ഇത് ആവത്തുള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് ഈ ബി എന്നുള്ള വാല്യൂ 1 ആയിട്ട് പോകും. അങ്ങനെയാണെങ്കിൽ എന്ത് കിട്ടും, എ കോംപ്ലിമെന്റ് മാത്രമായിട്ട് അവിടെ ആൻസർ കിട്ടും. മനസ്സിലായത്? ഡി മോർഗൻസ് ലോ യൂസ് ചെയ്താണ് പ്രൂവ് ചെയ്യുന്നത്. ഇതില് ഈ ഒരു പ്രൂഫില് ഓക്കെ നമുക്കിപ്പോ ചിലപ്പോൾ ചെയ്യുമ്പോൾ ലാസ്റ്റ് ഈ ആൻസർ കിട്ടിയില്ലെങ്കിലും, ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ 1 എന്ന് ഓർമ്മ വന്നില്ലെങ്കിൽ ആൻസർ കിട്ടത്തില്ലല്ലോ, എ കോംപ്ലിമെന്റ് ബി കോംപ്ലിമെന്റ് നിൽക്കത്തില്ലേ. ജസ്റ്റ് എന്ത് ചെയ്യുക, ലാസ്റ്റ് ഈക്വൽ ടു ആൻസർ എഴുതുക. ഇതിപ്പോ 2 മാർക്കിനാ, 4 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ലാസ്റ്റ് ആ ക്വസ്റ്റ്യനിലുള്ള പ്രൂഫ് അവിടെ എഴുതിയിട്ട് ഈക്വൽ ടു ദെൻ ഹെൻസ് പ്രൂവ്ഡ് എന്ന് അങ്ങനെ എന്തെങ്കിലും എഴുതി വെക്കുക കേട്ടോ. അത് കാരണം ഡിമോർഗൻസ് ലോയുടെ പ്രൂഫ് നമ്മൾ നല്ല രീതിയിൽ അതൊന്ന് വർക്ക്ഔട്ട് ചെയ്താലേ അല്ലെങ്കിൽ ചിന്തിച്ചെടുത്താലേ അതിന്റെ ആൻസേഴ്സ് അവിടെ നമുക്ക് കിട്ടത്തുള്ളൂ. പെട്ടെന്ന് തന്നെ ആൻസേഴ്സ് കിട്ടത്തില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്ന സമയം നിങ്ങൾ എന്ത് ചെയ്യണം, ലാസ്റ്റ് എന്തായാലും ക്വസ്റ്റ്യനിലുള്ള ആ ഒരു കാര്യം എഴുതിയിട്ട് ഹെൻസ് പ്രൂവ്ഡ് എന്നുകൂടി ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് വെക്കുക. ഓക്കെ, അഥവാ അങ്ങനെ പോയ ഒരു 1/2 മാർക്കോ അല്ലെങ്കിൽ 1 മാർക്കോ ഒക്കെ 3 മാർക്ക് 4 മാർക്ക് ക്വസ്റ്റ്യനിൽ
കുറയ്ക്കുള്ളൂ. അപ്പൊ നിങ്ങൾ അത് ശ്രദ്ധിച്ചോളണം. ഓക്കെ, ഒരിക്കലും ആൻസർ എഴുതാതിരിക്കരുത്. ഓക്കെ, പിന്നെ വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അറിയാവുന്നത് അറിഞ്ഞുകൂടാനുള്ള കേസാണ് പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് സബ്ട്രാക്ഷൻ. ഓക്കെ, സബ്ട്രാക്ട് 1001 ഫ്രം 110 യൂസിങ് വൺസ് കോംപ്ലിമെന്റ് ആൻഡ് ടൂസ് കോംപ്ലിമെന്റ് മെത്തേഡ്. ഓക്കെ, അപ്പോൾ വൺസ് കോംപ്ലിമെന്റ് മെത്തേഡും ടൂസ് കോംപ്ലിമെന്റ് മെത്തേഡും യൂസ് ചെയ്ത് നമുക്ക് സബ്ട്രാക്ഷൻ പെർഫോം ചെയ്യണം. അറിയാലോ വൺസ് കോംപ്ലിമെന്റ് മെത്തേഡ് ടൂസ് കോംപ്ലിമെന്റ് മെത്തേഡും എങ്ങനെയാണെന്നുള്ള കാര്യം. ഓക്കെ, അപ്പൊ നമ്മുടെ വൺസ് കോംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ എങ്ങനെ എടുക്കുന്നത്? വൺസ് കോംപ്ലിമെന്റ് വൺസ് കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏതിനാണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത്, ആ ഒരു നമ്പറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, വൺ നമ്മൾ അവിടെ ആഡ് ചെയ്യുന്നു. സോറി, അത് ടൂസ് കോംപ്ലിമെന്റ് അല്ലേ. ഓക്കെ, വൺസ് കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, വൺസ് കോംപ്ലിമെന്റ് is equal to 0 is converted to 1 and 1 is converted to 0. ഓക്കെ, 0 എല്ലാം 1 ആക്കി 1 എല്ലാം 0 ആക്കി നിന്നുണ്ട്, നമ്മളിവിടെ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണ് എന്ത് ചെയ്തത്, നമുക്ക് അവിടെ ആ ഒരു വൺസ് കോംപ്ലിമെന്റ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോ വൺസ് കോംപ്ലിമെന്റ് ആദ്യം ഒബ്റ്റെയിൻ ചെയ്യുക, വൺസ് കോംപ്ലിമെന്റ് എടുത്ത് ആഡ് ചെയ്യുക. ഓക്കെ, ആഡ് ചെയ്ത് എന്ത് ചെയ്യണം, സിംപ്ലിഫൈ ചെയ്ത് ആൻസർ എടുക്കുക. ഓക്കെ, നിങ്ങൾ ചെയ്ത് നോക്കട്ടെ, ഞാനിപ്പോ ഇതിൽ ചെയ്യുന്നില്ല, ജസ്റ്റ് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ആൻസർ ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, വൺസ് കോംപ്ലിമെന്റ് ടൂസ് കോംപ്ലിമെന്റ്. അപ്പൊ വൺസ് കോംപ്ലിമെന്റ് എടുത്തിട്ട് അതിന്റെ കൂടെ വൺ കൂടി ആഡ് ചെയ്താൽ, ഓക്കെ, വൺ കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ടൂസ് കോംപ്ലിമെന്റ് കിട്ടും. ഓക്കെ, നമ്മൾ ഒരു ക്ലാസ് ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്തു. ഓക്കെ, ഇപ്പൊ ഞാൻ ആൻസർ എടുക്കുന്നില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, പ്രീവിയസ് ക്വസ്റ്റ്യൻസിലേക്കുള്ള ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് ഇതുപോലെയുള്ള കേസസ് എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. ആ ഡൗട്ട് ഉള്ളത് അപ്പൊ തന്നെ എടുത്ത് ചോദിക്കുക. ഓക്കെ, നെക്സ്റ്റ് മെൻഷൻ ദ പ്രോപ്പർട്ടീസ് ഓഫ് ന്യൂക്ലിയർ ഫോഴ്സസ്. ഓക്കെ, ന്യൂക്ലിയർ ഫോഴ്സസുമായി ബന്ധപ്പെട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ അത്യാവശ്യം എന്താ ന്യൂക്ലിയർ ഫോഴ്സിനെ കുറിച്ച് നല്ലൊരു ഐഡിയ നമുക്ക് അവിടെ ഡെവലപ്പ് ചെയ്ത് വെക്കാം. ഓക്കെ, കാരണം ന്യൂക്ലിയർ ഫോഴ്സിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഓരോ ഏകദേശം തവണയും നമുക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തവണ ചിലപ്പോൾ എന്ത് ചെയ്യും, ചോദിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ അവിടെ എഴുതുമ്പോൾ അതിന്റെ കറക്റ്റ് വാലിഡിറ്റി ആയിട്ടുള്ള പോയിന്റ്സ് നമ്മൾ അവിടെ എന്ത് ചെയ്യണം, അവിടെ എഴുതണം. ഓക്കെ, അപ്പൊ ന്യൂക്ലിയർ ഫോഴ്സ് നമ്മുടെ അറ്റോമിക് ന്യൂക്ലിയസ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിലാണ് വരുന്നത്. ഓക്കെ, അറ്റോമിക് ന്യൂക്ലിയസ് ഇത് നമ്മുടെ മാത്സ് മെയിൻകാർക്ക് മാത്രമേ ന്യൂക്ലിയർ ഫിസിക്സ് ഉള്ളൂ. അറ്റോമിക് ന്യൂക്ലിയസ് അറിയാലോ അത്. ഓക്കെ, കെമിസ്ട്രിക്കാർക്ക് അത് വരുന്നില്ല ടോപ്പിക്സ്. ഓക്കെ, ഇതിപ്പോ മാത്സിന്റെ ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോ എടുത്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ജിയോളജിക്കാർക്കും എന്താ തോന്നുന്നല്ലോ നമ്മുടെ ന്യൂക്ലിയസ്. ഓക്കെ, ന്യൂക്ലിയർ ഫിസിക്സ്, അറ്റോമിക് ന്യൂക്ലിയസ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഉള്ള ടോപ്പിക്സ് ഞാൻ ക്വസ്റ്റ്യൻ പറയുമ്പോൾ ഇപ്പോ കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് ചിലതൊക്കെ. ഓക്കെ, അതുകൊണ്ടാണ് മിക്സ്ഡ് ആയിട്ട് ക്ലാസ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഉള്ള ടോപ്പിക്സ് മാത്രം നിങ്ങൾ നോക്കുക. അപ്പൊ നിങ്ങൾക്ക് സിലബസ് അറിയായിരിക്കുമല്ലോ അതിൽ. ഓക്കെ, സിലബസ് ഉണ്ടാവും. അപ്പൊ സിലബസ് വെച്ചിട്ടുള്ള ടോപ്പിക്സ് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, ഇല്ലാത്തത് ഔട്ട് ഓഫ് സിലബസ് എന്ന് വിചാരിക്കില്ല, അത് മാത്സുകാരുടെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് കെമിസ്ട്രി ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നമുക്ക് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ദിവസം നമുക്ക് ചെയ്യാം, കാരണം നമുക്ക് സൂപ്പർ കണ്ടക്ടിവിറ്റിയും അങ്ങനെ ഒന്ന് രണ്ട് ചാപ്റ്റർ സ്പെക്ട്രോസ്കോപ്പി ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ പറയാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ 14th ക്വസ്റ്റ്യൻ. സോറി, എന്റെ ആൻസർ പറഞ്ഞല്ലോ. മെൻഷൻ ദ പ്രോപ്പർട്ടീസ് ഓഫ് ന്യൂക്ലിയർ ഫോഴ്സസ്. ന്യൂക്ലിയർ ഫോഴ്സ് എന്താണ്, ഷോർട്ട് റേഞ്ച് ഫോഴ്സ് ആണ്, ഒരുപാട് ദൂരം ഒന്നും പോകുന്നില്ല. ഓക്കെ, ദെൻ സ്ട്രോങ്ങർ ദാൻ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിനെ കാട്ടി എന്താണ്, സ്ട്രോങ്ങർ ആണ്. അറിഞ്ഞിരിക്കേണ്ട എന്താണ്, ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ന്യൂക്ലിയസിന് അകത്ത്, ഓക്കെ, ന്യൂക്ലിയസിന് അകത്ത് വരുന്ന ഫോഴ്സ് ആണ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ന്യൂക്ലിയസിനകത്ത്, അതായത് എന്താ നമ്മുടെ പ്രോട്ടോൺസും ന്യൂട്രോൺസും തമ്മിലുള്ള ഫോഴ്സ് ആണ് ന്യൂക്ലിയർ ഫോഴ്സ്. ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എവിടെയാണ് വരുന്നത്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻസ് വരുന്നത് നമ്മുടെ ഇലക്ട്രോൺസും നമ്മുടെ ന്യൂക്ലിയസ് ഒക്കെ തമ്മിലും രണ്ട് ചാർജസ് തമ്മിലാണ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നമുക്ക് വരുന്നുണ്ട്. സോ എന്താണ് നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് എന്ന് കാട്ടി എന്താണ്, ഇത് സ്ട്രോങ്ങർ ആണ്. ഓക്കെ, അതൊക്കെ അതിന്റെ പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, പിന്നെ എന്താണ്, ചാർജ് ഇൻഡിപെൻഡന്റ് ആണ്. ഓക്കെ, അതായത് ഇപ്പോ സെയിം ചാർജ് തമ്മിൽ റിപ്പൽ ചെയ്യുന്നുണ്ട്, അട്രാക്ഷൻസ് ഉണ്ട്, അങ്ങനെയൊന്നുമില്ല. ഓക്കെ, കാരണം പ്രോട്ടോൺസും തമ്മിൽ ചാർജ് ഇല്ലേ. ഓക്കെ, പ്രോട്ടോൺസ് രണ്ട് പോസിറ്റീവ് അല്ലേ, ബട്ട് അവരെ ബൈൻഡ് ചെയ്തിരിക്കുന്നല്ലോ. എന്തുകൊണ്ടാണ്, ബിക്കോസ് നമ്മുടെ ഈ ഒരു എന്താ ന്യൂക്ലിയസ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ചാർജ് ഇൻഡിപെൻഡന്റ് ആണ്, ചാർജിനെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ അതൊക്കെ അതിന്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് എന്ത് ചെയ്യുക, അവിടെ എഴുതുക. ഇനി നിങ്ങൾക്ക് അറിയാനുള്ള പോയിന്റ്സ് കൂടി എന്ത് ചെയ്യാനകത്ത് ഇൻക്ലൂഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ ന്യൂക്ലിയർ ഫിസിക്സ് അല്ലെങ്കിൽ ആ ഒരു അറ്റോമിക് ന്യൂക്ലിയസ് ചാപ്റ്റർ വരുന്ന സമയത്ത് നമ്മൾ ഇതിനെ കുറിച്ച് നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം. പിന്നെ ആ ഒരു ഐസോട്ടോൺസ്, ഐസോമേഴ്സ്, ഓക്കെ, അപ്പൊ അതിന്റെ കേസ് ഉണ്ടല്ലോ, ഒരു ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ന്യൂക്ലിയസ്. ഓക്കെ, മാസ്, ഐസോടോപ്സ്, ദെൻ എന്താ ന്യൂക്ലിയർ ചാർജ്, എനർജി മാസ് റിലേഷൻ, സൈസ് ഓഫ് ദ ന്യൂക്ലിയസ്, ന്യൂക്ലിയർ റേഡിയസ്. ഓക്കെ, അപ്പൊ അതൊക്കെ നോക്കാം. പിന്നെ ഡെൻസിറ്റി. ഓക്കെ, പിന്നെ നമുക്ക് ഇലക്ട്രോൺസിന് ആ ഒരു ഇന്ററാക്ഷൻ വരുന്ന പോലെ, ഓക്കെ, ഇലക്ട്രോൺസിന്റെ എന്താ സ്പിൻ ഓർബിറ്റ് ഇന്ററാക്ഷൻസ് ഒക്കെ ഉള്ളത് തന്നെ നമുക്ക് ഇതിനും എന്തുണ്ട്, ന്യൂക്ലിയർ സ്പിൻസ് ഉണ്ട്. ഓക്കെ, ന്യൂക്ലിയർ പാർട്ടിക്കിൾസ് സ്പിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ അതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പൊ അതൊക്കെ ഒന്നുകൂടി എടുത്ത് റിവൈസ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഞാൻ പറയുന്ന ഇമ്പോർട്ടൻസ് പോയിന്റ്സ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. എന്നിട്ട് അത് ഒന്നുകൂടി എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, ഞാനിപ്പോ കുറച്ച് ഇമ്പോർട്ടൻസ് ഉള്ള പോയിന്റ്സ് കൂടി അതിനകത്ത് പറയുന്നുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം അല്ലാതെ. ഓക്കെ, അപ്പൊ ആ പോയിന്റ്സ് ഒന്ന് ജസ്റ്റ് റഫ് പേപ്പറിൽ നോട്ട് ചെയ്തിട്ട് ഇതൊക്കെ നിങ്ങൾ കവർ ചെയ്തോ എന്നുള്ള കാര്യം ഒന്നുകൂടി ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കുക. ഓക്കെ, നമുക്ക് ഒരിക്കലും ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കുമെന്ന് ഒരിക്കലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. യൂണിവേഴ്സിറ്റി ഓരോ
തവണയും ഓരോ രീതിക്കാണ് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ അവർ പുതിയ ക്വസ്റ്റ്യൻസ് ഒക്കെ കൊണ്ടുവരും. അപ്പോൾ ഇതിനകത്തുള്ള ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് ഇതൊക്കെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണോ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ ഒന്നുകൂടി ഒന്ന് നോക്കുക. ഓക്കെ. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ന്യൂക്ലിയർ ഫോഴ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. ഓക്കെ, ന്യൂക്ലിയർ ഫോഴ്സിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ ആ ഒരു ഫീച്ചേഴ്സ് കറക്റ്റ് പഠിക്കണം കേട്ടോ. സ്ട്രോങ്സ്റ്റ് ഫോഴ്സ് ആണ്, ദെൻ അതുപോലെ തന്നെ നോൺ സെൻട്രൽ ഫോഴ്സ് ആണ്, സാച്ചുറേഷൻ എഫക്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതായത് സാച്ചുറേഷൻ എഫക്ട് എന്ന് പറയുന്നത് എന്താണ്? സാച്ചുറേഷൻ എഫക്ട്, വാട്ട് യു മീൻ ബൈ സാച്ചുറേഷൻ എഫക്ട്? ഈ ഒരു ന്യൂക്ലിയർ ഫോഴ്സിലെ എന്താണ് സാച്ചുറേഷൻ എഫക്ട്? സാച്ചുറേഷൻ എഫക്ട് എന്ന് പറയുന്നത് നമുക്ക് ഓരോ ന്യൂക്ലിയോൺസിനും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ലിമിറ്റഡ് നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് മാത്രമേ ഇന്ററാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതായത് എല്ലാ ന്യൂക്ലിയോൺസുമായിട്ടും ആർക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റത്തില്ല? നമ്മുടെ ഇലക്ട്രോൺസിന് ഇന്ററാക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇലക്ട്രോൺസിന് ന്യൂക്ലിയോൺസിന് കേട്ടോ ഇന്ററാക്ട് ചെയ്യാൻ പറ്റില്ല. ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് കേസിൽ മാത്രമേ ഇന്ററാക്ഷൻ അവിടെ പോസിബിലിറ്റി ഉള്ളൂ. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ സാച്ചുറേഷൻ എഫക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, then next question, 14th question, that is given a vector representation of magnetic total angular momentum component number for 1 is equal to 1. Okay, അപ്പൊ അതായത് 1 is equal വെക്ടർ റെപ്രസെന്റേഷൻ ഏതാണ് ചോദിക്കുന്നത്. ഓക്കെ, വെക്ടർ റെപ്രസെന്റേഷൻ. അപ്പോൾ വെക്ടർ റെപ്രസെന്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ നമ്മുടെ ആ ഒരു എൽ പ്ലസ് എസ്. ഓക്കെ, ഇത് 1 is equal to 1 അല്ല കേട്ടോ, ഇത് നമ്പർ എൽ is equal to 1 ആണ്. ഓക്കെ, 1 is equal to 1 അല്ല, ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ക്യാൻസൽ ചെയ്യുക. ഒരു ക്വസ്റ്റ്യൻ ആണ് ചെയ്ത് കാണണം, ആൻസർ കറക്റ്റ് അറിയത്തില്ല. ഓക്കെ, അപ്പൊ ഇതിൽ എന്തായാലും 1 is equal to 1 അല്ല, L is equal to 1 ആണ്. ഓക്കെ, ടോട്ടൽ ആംഗുലർ മൊമെന്റം L is equal to 1. അപ്പൊ നമുക്ക് അവിടെ ഒരു ഇക്വേഷൻ ഉള്ളതെന്ന് വെച്ചാൽ J is equal to L plus S. ഓക്കെ, J is equal to L plus S എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് അവിടെ സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ സൊല്യൂഷൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ L is equal to എന്താണ്? L is equal to L ടോട്ടൽ ആംഗുലർ മൊമെന്റം. ഓക്കെ, L is equal to 1 into h കട്ട് എടുക്കാം. ഓക്കെ, 1 into h കട്ട്. then S എന്താണ്? S എന്ന് പറയുന്നത് ഹാഫ് h കട്ട് ആണ്. ഓക്കെ, കാരണം ഇവിടെ നമുക്ക് ഇപ്പോൾ സ്പിന്നിന്റെ വാല്യൂ. ഓക്കെ, സ്പിൻ. അപ്പൊ നമുക്ക് ജെയ്ക്ക് എന്തൊക്കെ വാല്യൂസ് പോസിബിലിറ്റി ഉണ്ട്? ജെയുടെ വാല്യൂസ് ചോദിക്കുന്നത്. ജെയ്ക്ക് ഏതൊക്കെ വാല്യൂസ് പോസിബിലിറ്റി ഉണ്ടാവും? ജെയുടെ L is equal to നമ്മൾ പറഞ്ഞു എൽ എച്ച് കട്ടാണെന്ന് പറഞ്ഞു, എസ് പറഞ്ഞിട്ട് നമ്മൾ ഹാഫ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ജെ ഈക്വൽ ടു എൽ പ്ലസ് എസ് എന്ന് കിട്ടാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ ജെയുടെ ഇക്വേഷനിൽ ഇത് കൊടുത്താൽ മതി. ഓക്കെ, ജെയുടെ ഇക്വേഷനിൽ ജെ ഈക്വൽ ടു 1 പ്ലസ് ഓർ മൈനസ് ഹാഫ് എന്ന് കിട്ടും. ഓക്കെ, ജെ ഈക്വൽ 1 പ്ലസ് ഓർ മൈനസ് ഹാഫ് എന്ന് കിട്ടാം. ഓക്കെ, അതായത് എല്ലിന്റെ വാല്യൂ 1 എസിന്റെ വാല്യൂ ഹാഫ് ആകുവാണെങ്കിൽ ജെയുടെ വാല്യൂ 1 പ്ലസ് ഓർ മൈനസ് ഹാഫ് എന്ന് കിട്ടും. അപ്പൊ അതിന്റെ പ്ലസ് ഹാഫിന്റെയും അതുപോലെ തന്നെ അതായത് 1 പ്ലസ് ഹാഫും 1 മൈനസ് ഹാഫിന്റെ വാല്യൂസ് എന്ത് ചെയ്തിരിക്കാം? അവിടെ എടുക്കാം. അപ്പൊ ജെക്ക് രണ്ട് വാല്യൂസ് വരും. അതാണ് അവിടെ ചോദിക്കുന്നത് വെക്ടർ റെപ്രസെന്റേഷൻ എന്ന രീതിയിൽ. ഓക്കെ, that is j is equal to 1 plus half then j is equal to 1 minus half. ഓക്കെ, അപ്പൊ ഈ രീതിയിലായിരിക്കും ആൻസർ നമുക്ക് അവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, 3/2 1/2 വരും. ഓക്കെ, 3/2 1/2. ഓക്കെ, അത്ര കിട്ടിയാൽ മതി. ഇതിപ്പോ 1 equal to 1 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ, അത് L is equal to 1 എന്നല്ലേ വരത്തുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ ആൻസർ എഴുതുക. ഓക്കെ, ക്യാൻസൽ ആക്കുന്നുവെങ്കിൽ ഒരു മാർക്ക് 2 മാർക്ക് കൂടെ കിട്ടും. ഓക്കെ, explain spin orbit coupling. Okay, spin orbit coupling അറിയാലോ, interaction between electron spin and orbital motion around the nucleus. നമ്മൾ ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അതായത് നമ്മൾ ഡിസ്കസ് ഓർക്കുന്നുണ്ടോ? അത് ഇപ്പൊ നമുക്ക് ഇവിടെ അതിന്റെ എക്സ്പ്ലനേഷൻ മാത്രം മതി. ഓക്കെ, ജസ്റ്റ് എന്താണ് നടക്കുന്നത്? ഇലക്ട്രോൺ സ്പിൻ ഉണ്ട്, ഓർബിറ്റൽ മോഷൻ ഉണ്ട്. ഓക്കെ, രണ്ടും കൂടി കപ്ലിംഗ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്തത്? സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് വരുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ടേംസിൽ എഴുതിയാൽ മതി. ഒരുപാട് ഡീറ്റെയിൽ 2 മാർക്ക് തന്നെയല്ലോ. ഓക്കെ, അങ്ങനെ മതിയാവും. ദെൻ അതില് സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് നിങ്ങൾ ആ ടെക്സ്റ്റിൽ തന്നെ ഒരു നോട്ട് ഉണ്ട് അതിനകത്ത്. ഓക്കെ, ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഇലക്ട്രോൺ സ്പിൻ മാഗ്നറ്റിക് മോഷൻ ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നോട്ട് ഉണ്ട്. അപ്പൊ ആ നോട്ട് ഒന്നുകൂടി ഒന്ന് നോക്കുക. നമുക്കറിയാം, അതായത് സ്പിൻ മോഷൻ ഉണ്ടാവും, ദെൻ ഒരു ഓർബിറ്റൽ മോഷൻ. അപ്പോൾ ഒരു ടോട്ടൽ റിസൾട്ടന്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇതിന്റെ ഒരു ആവറേജ് അല്ലെങ്കിൽ സമ്മേഷൻ ആണ് നമുക്ക് അവിടെ പറയാനായിട്ട് പറ്റും. ഓക്കെ, മ്യൂവിലൊക്കെ നമുക്കൊരു ഇക്വേഷൻ കിട്ടും, ടോട്ടൽ മാഗ്നറ്റിക് മൊമെന്റിന്റെ ഒരു ഇക്വേഷൻ ഒക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഈ ഒരു സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് എന്ന് പറയുന്ന ആ ഒരു ടേം നമുക്ക് ഇവിടെ വരുന്നത്. ഓക്കെ, then differentiate between transient and secular equilibrium. ഓക്കെ, അപ്പോ ട്രാൻസിയന്റ് ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പാരന്റ് ഹാഫ് ലൈഫ് ഡോട്ടറിനെ കാട്ടി എന്തായിരിക്കും?
മച്ച് ലാർജ് ആയിരിക്കും. ഓക്കെ, ഒരുപാട് ലാർജ് അല്ല, അത്യാവശ്യം ലാർജ് ആയിരിക്കും. ഓക്കെ, ഒരുപാടൊന്നും കാണത്തില്ല. ബട്ട് ഡോട്ടറിനെ കാട്ടിയും പാരന്റ് ഹാഫ് ലൈഫ് അവിടെ കൂടുതലായിരിക്കും. ഏതില്? ട്രാൻസിയന്റ് ഇക്വിലിബ്രിയത്തില്. സെക്യുലർ ഇക്വിലിബ്രിയത്തിൽ വരുന്ന സമയത്തോ പാരന്റ് ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് ഡോട്ടറിന്റെ ഹാഫ് ലൈഫിനെ കാട്ടി ഒരുപാട് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ഇക്വിലിബ്രിയമാണ് നമ്മൾ സെക്യുലർ ഇക്വിലിബ്രിയം എന്ന് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, ട്രാൻസിയന്റും അതുപോലെ തന്നെ സെക്യുലർ. ഓക്കെ, രണ്ട് ഇക്വിലിബ്രിയം സ്റ്റേറ്റ്സ് നമുക്ക് നമ്മൾ അതിൽ പഠിക്കുന്നത്. ഒന്ന് ട്രാൻസിയന്റും മറ്റൊന്ന് എന്താണ്? മറ്റൊന്ന് സെക്യുലർ ഇക്വിലിബ്രിയം. ഓക്കെ, next, what were the assumptions made by Planck for the formulating the radiation law? Okay, radiation law കൊണ്ടുവന്ന സമയത്ത് പ്ലാങ്ക്സ് കൊണ്ടുവന്ന രണ്ട് അസംഷൻ. ഓക്കെ, എന്തായിരുന്നു? ഈസിക്കൽ എച്ച് ന്യൂ എന്ന് പറയുന്ന ഒരു കാര്യം. ഓക്കെ, ഈസിക്കൽ ടു എനർജി കോണ്ടൈസ്ഡ് ആണ്. ഓക്കെ, കോണ്ടൈസ്ഡ് ആണ്. നമുക്കിപ്പോ നമ്മൾ അതിന് മുൻപ് വരെ നമുക്കൊരു കണക്കില്ലാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്ത് എനർജിയുടെ കാര്യം പറഞ്ഞു. ഓക്കെ, ഒരു കണ്ടിന്യൂസ് വാല്യൂസ് ആയിട്ട് നമ്മൾ പറഞ്ഞു. ബട്ട് ഇവിടെ വരുന്ന സമയത്ത് എന്ത് പറയുന്നു? എനർജി എല്ലാം കോണ്ടൈസ്ഡ് ആണ്. അതായത് ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ. ഓക്കെ, എൻ എച്ച് ന്യൂ എന്നാണ് കേട്ടോ. എൻ എച്ച് ന്യൂ എന്ന ടേംസിലാണ് എന്ത് ചെയ്യുന്നത്? എനർജി വാല്യൂസ് അവിടെ പോകുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എനർജി അബ്സോർപ്ഷൻ ഓർ എമിഷൻ. ഓക്കെ, എമിഷൻ ആയാലും അബ്സോർപ്ഷൻ ആയാലും ഡിസ്ക്രീറ്റ് വാല്യൂസ് അതായത് കോണ്ടാസ് ആയിട്ട് QUANTR. ഓക്കെ, TA. ഓക്കെ, കോണ്ടാസ് ആണ് എന്ത് ചെയ്യുന്നത്? അതവിടെ പോകുന്നത്. അതായത് പാക്കറ്റ്സ് ഓഫ് എനർജി. ഓക്കെ, ഓരോ പാക്കറ്റ് ഇപ്പോ ഒരു പാക്കറ്റ് എനർജി, രണ്ട് പാക്കറ്റ്, ഇങ്ങനെ എന്ത് ചെയ്തു? ഒരു പാക്കറ്റ് വൈസ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ നമ്പർ എടുക്കാൻ പറ്റും. ഓക്കെ, നമ്പറിംഗ് ചെയ്യാൻ പറ്റും എന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് ഈ ഒരു എനർജി വാല്യൂസ് അവിടെ പോകുന്നത്. മനസ്സിലായോ? അപ്പൊ ഒന്ന് എനർജി കോണ്ടൈസ്ഡ് ആണ്, മറ്റൊന്ന് എന്ത് ചെയ്യുന്നുണ്ട്? എമിഷനോ അബ്സോർപ്ഷനോ അവിടെ നടക്കുന്നത് എന്താണ്? ഡിസ്ക്രീറ്റ് പാക്കറ്റ് ഓഫ് എനർജി സ്റ്റേറ്റ് ആണ് എന്ത് ചെയ്യുന്നത്? അബ്സോർപ്ഷൻ ഓർ എമിഷൻ അവിടെ നമുക്ക് നടക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനെ കുറിച്ചുള്ള ഐഡിയാസ് എവിടെ പറഞ്ഞിട്ടുണ്ട്? നമ്മുടെ ഒരു പ്ലാങ്ക്സിന്റെ അസംഷനിൽ മെയിൻ ആയിട്ട് പറഞ്ഞ കാര്യമാണ്. ഓക്കെ, പിന്നെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും പോയിന്റ്സ് ഒക്കെ കൂടി ഉണ്ടെങ്കിൽ അതുകൂടിയൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക. ഓക്കെ, ഞാനിപ്പോ ജസ്റ്റ് എന്റെ ആൻസർ മാത്രമേ പറഞ്ഞുള്ളൂ. ഓക്കെ, ബാക്കി ഉള്ള പോയിന്റ്സ് കുറച്ചുകൂടി എന്ത് ചെയ്തോളണം? അതിൽ ആഡ് ചെയ്തോളണം. ഓക്കെ, ഇപ്പൊ നമുക്കിപ്പോ ആൻസർ കീയിൽ ഇങ്ങനെ രണ്ട് എന്താ പോയിന്റ്സ് മാത്രമേ കൊടുക്കുള്ളൂ. ബാക്കി നമ്മളാണ് എഴുതേണ്ടത്. ഓക്കെ, ആൻസർ കീ ഒരിക്കലും കംപ്ലീറ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്തില്ല. ഓക്കെ, ആൻസർ കീ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് രണ്ടോ വാക്ക് മാത്രമേ കാണത്തുള്ളൂ. ബട്ട് നമ്മൾ എഴുതുന്ന അനുസരിച്ചാണ് അതിൽ മാർക്ക് വീഴുന്നത്. അപ്പൊ അതിൽ പോയിന്റ്സ്, അതിൽ നിങ്ങൾ എഴുതുന്നതിലുള്ള പോയിന്റ്സ് ആണ് ഈ രണ്ട് പോയിന്റ് എന്ന് പറയുന്നത്. ഈ രണ്ട് പോയിന്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? മാർക്ക് അവിടെ കിട്ടും. അങ്ങനെയാണ് കേട്ടോ. ഓക്കെ, ആൻസർക്ക് ഒരിക്കലും നിങ്ങൾ എഴുതുന്ന കംപ്ലീറ്റ് സ്റ്റേറ്റ്മെന്റ് ഒന്നും അവിടെ ഉണ്ടാകത്തില്ല. ഇപ്പൊ നമുക്ക് കൂടുതൽ മാർക്കിന് 15 മാർക്ക് എസ് ആണെങ്കിൽ അവിടെ വാല്യൂ പോയിന്റ് മാത്രമേ കൊടുക്കത്തുള്ളൂ. ഓക്കെ, എസ് ഐ മൊത്തമായിട്ട് അവിടെ ആരും എഴുതി വെക്കത്തില്ല. ഓക്കെ, ജസ്റ്റ് വാല്യൂ പോയിന്റ്, ഇന്ന പോയിന്റ്സ് ഉണ്ടോ നോക്കും. ആൻസറിൽ ഇത്ര പോയിന്റ്സ് ഉണ്ടെങ്കിൽ അവിടെ മാർക്ക് കിട്ടും. ഓക്കെ, അങ്ങനെയാണ് സാധാരണ നമുക്ക് വാല്യുവേഷനിൽ ആൻസർ കീ വരുന്നത്. ഓക്കെ, then next, what is a wave function? Okay, എന്താണ് wave function? മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ. ഓക്കെ, അതായത് ക്വാണ്ടം സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആണ് wave function. Psi എന്ന് റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് റെപ്രസെന്റ് ബൈ ലെറ്റർ psi. ഓക്കെ, പിന്നെ അറിയാലോ സൈക്ക് പ്രത്യേകിച്ച് അതിന്റേതായ ഒരു സിഗ്നിഫിക്കൻസ് ഇല്ല. ഓക്കെ, psi itself doesn't contains any significance. ഓക്കെ, അതിന്റേതായ സിഗ്നിഫിക്കൻസ് ഇല്ല. പിന്നെ എന്താണ്? psi എന്ന് പറയുന്നതിന്റെ സ്ക്വയർ എടുത്താൽ നമുക്ക് അവിടെ പ്രോബിലിറ്റി ഡെൻസിറ്റി കിട്ടും. പ്രോബിലിറ്റി ഡെൻസിറ്റി എന്താ കാണിക്കുന്നത്? presence of the electron. Okay, probability density shows the presence of the electron. Okay, ഇലക്ട്രോണിന്റെ presence ആര് കാണിക്കുന്നുണ്ട്? നമ്മുടെ ഒരു പ്രോബിലിറ്റി ഡെൻസിറ്റി അവിടെ കാണിക്കുന്നുണ്ട്. മനസ്സിലായോ? സൈ സ്ക്വയർ. ഓക്കെ, അപ്പോൾ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആണ്. അതിന്റെ രീതിയിൽ വേറൊരു സിഗ്നിഫിക്കൻസ് ഇല്ല. ഫോർ എക്സാമ്പിൾ ഇപ്പൊ പൈക്ക് നമുക്ക് 3.14 എന്ന് പറയും. ബട്ട് സൈക്ക് അങ്ങനെ പ്രത്യേകിച്ച് വാല്യൂസ് അങ്ങനെയൊന്നും ഇല്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്? ഈസ് ഇറ്റ് പോസിബിൾ ടു മേക്ക് എ PN ജംഗ്ഷൻ വിത്ത് എ ഗിവൻ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്? എക്സ്പ്ലെയിൻ. ഓക്കെ, ഓക്കെ, അപ്പൊ അതായത് നമുക്കിപ്പോ എന്താ, ഏതാണ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്? ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് പറയുമ്പോൾ എന്താണ്? റിവേഴ്സ് വോൾട്ടേജ് ആണ്. ഓക്കെ, റിവേഴ്സ് വോൾട്ടേജിൽ നമുക്ക് എന്ത് ചെയ്യുന്നു? ഒരു ഡയോഡിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം റിവേഴ്സ് വോൾട്ടേജ് ആണ് നമ്മളവിടെ എന്താ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് പറയുന്നത്. അപ്പോൾ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് എന്ത് ചെയ്യും? സഡൻ ആയിട്ട് അവിടെ ബ്രേക്ക് ഡൗൺ സംഭവിക്കും. ബ്രേക്ക് ഡൗൺ സംഭവിച്ച് എന്ത് പെട്ടെന്ന് തന്നെ കറണ്ട് അവിടെ ഡ്രാസ്റ്റിക്കലി അവിടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ അവിടെ ഫർദർ ഒരു വോൾട്ടേജ് ഇൻക്രീസിങ് അവിടെ ഇല്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഈസ് ഇറ്റ് പോസിബിൾ ടു മേക്ക് എ PN ജംഗ്ഷൻ വിത്ത് എ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്? PN ജംഗ്ഷൻ വിത്ത് എ ഗീവൻ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. അപ്പോൾ അവിടെ എന്താണ് ഗീവൻ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്? അതായത് നമുക്ക് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഡിസൈൻ ചെയ്തുകൊണ്ട് ഒരു ഡയോഡ് നിർമ്മിക്കാൻ പറ്റുമോ? പറ്റുമല്ലോ. ഏത് ഡയോഡ്? നമ്മൾ അങ്ങനെ നമ്മുടെ ആവശ്യാനുസരണം നമ്മൾ അവിടെ പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു ബ്രേക്ക് ഡൗൺ വോൾട്ടേജോട് കൂടിയ ഡയോഡ് ഏതാണ്? അതിനെ പറയുന്ന പേരാണ് നമ്മുടെ സെനർ ഡയോഡ്. ഓക്കെ, സെനർ ഡയോഡ് എന്ന് പറയുമ്പോൾ നമ്മളാണ് എന്ത് ചെയ്യുന്നത്? അവിടെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് തീരുമാനിക്കുന്നത്. ഓക്കെ, നമുക്ക് ഡോപ്പിംഗ് കോൺസെൻട്രേഷൻസ് അറേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ അസംബിൾ. ഓക്കെ, ഓർ വി ക്യാൻ we can assign the value for breakdown voltage. Okay, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? breakdown voltage അവിടെ നിർണ്ണയിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ യെസ് ആണ്, നോ അല്ല. ഓക്കെ,
ദെൻ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഓർഡിനറി ഡയോഡ് ആൻഡ് സെനർ ഡയോഡ്. അറിയാലോ, പ്രത്യേകിച്ച് പറയുന്നില്ല. ഓർഡിനറി ഡയോഡ്സ് എന്താണ് ഫോർവേഡ് ബയാസിന് വർക്ക് ചെയ്യും, സെനർ ഡയോഡ് റിവേഴ്സ് ബയാസിന് വർക്ക് ചെയ്യും. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതുക. ഓക്കെ, റെക്ടിഫയർ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഓർഡിനറി ഡയോഡ് ആണ്. ദെൻ സെനർ ഡയോഡ് യൂസ് ചെയ്യുന്ന വോൾട്ടേജ് റെഗുലേറ്റേഴ്സിനാണ്. ഓക്കെ, ഫോർവേഡ് ബയാസിംഗിൽ ഉള്ള റെസിസ്റ്റൻസും ഓക്കെ, അപ്പൊ അതിന്റെ കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യുക, അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുക. ഇപ്പോ 2 മാർക്ക് ആണെങ്കിൽ ഒരു 4 പോയിന്റ്സ് മിനിമം ഉണ്ടാവണം. ഓക്കെ, എന്നാൽ നമുക്ക് 2 മാർക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, next question, draw the output characteristics of a common emitter configuration and specify the regions. Okay, okay, അപ്പോൾ നമ്മുടെ കോമൺ എമിറ്റർ, ഓക്കെ, കോമൺ എമിറ്റർ കോൺഫിഗറേഷന്റെ ഔട്ട്പുട്ട് ക്യാരക്ടർ ഇതാണ്. ഔട്ട്പുട്ട് ക്യാരക്ടർ ഇവിടെ നമുക്ക് VCE വാല്യൂ, ഇവിടെ IC വാല്യൂ ആണ്. ഓക്കെ, നമ്മൾ ഇങ്ങനെ വരയ്ക്കാറുണ്ട്. ഓക്കെ, ഇത് വരച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ അവിടെ ഇതിന്റെ സാച്ചുറേഷൻ റീജിയനും ആക്റ്റീവ് റീജിയൻസും നമ്മളവിടെ കൊടുക്കാനായിട്ട്. Then explain the working of an NPN transistor. Okay, നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഡയഗ്രാം ഒക്കെ പ്ലോട്ട് ചെയ്ത് എന്ത് ചെയ്യാനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് കേട്ടോ. 2 മാർക്കാണ് വെച്ച് ഡയഗ്രാം പ്ലോട്ട് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്തില്ല. ഡയഗ്രാം വരച്ച് കറക്റ്റ് 1 മാർക്ക് എന്തായാലും അവിടെ കിട്ടും. ബാക്കി എക്സ്പ്ലനേഷൻ വരുന്ന സമയത്ത് 1 മാർക്ക് കിട്ടും. അങ്ങനെ 2 മാർക്ക് ആവും. ഓക്കെ, അപ്പോൾ NPN പഠിക്കുക, PNP പഠിക്കുക. അത് ഏതെങ്കിലും ഒന്ന് ഏതാണ് ഇമ്പോർട്ടൻറ്റ് ചോദിച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല. ഓക്കെ, PNP NPN രണ്ടിനും ഒരേ വെയിറ്റേജ് ആണ്. ഓക്കെ, ഒരേപോലെ വരും. അവർക്ക് ക്വസ്റ്റ്യൻ ഇടാൻ തോന്നുന്ന പോലെ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ ഇടും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇതൊന്നും ഇമ്പോർട്ടന്റ് ഏതാണ്, PNP ആണോ MPN ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനൊന്നും മറുപടി പറയാൻ പറ്റില്ല. PN ജംഗ്ഷൻ ആണോ സെനർ ആണോ ഇമ്പോർട്ടന്റ് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. ഓക്കെ, ചില പോയിന്റ്സ് മാത്രം നമുക്ക് ഇന്ന ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുമെന്ന് പറയാൻ പറ്റും. ഇപ്പൊ റെക്ടിഫയർ ആ ടോപ്പിക് കംപ്ലീറ്റ് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അത് ഹാഫ് വേവ് ചോദിക്കാം, ഫുൾ വേവ് ചോദിക്കാം, സെന്റർ ടാപ്പ് ചോദിക്കാം, അല്ലെങ്കിൽ ബ്രിഡ്ജ് ചോദിക്കാം. ഓക്കെ, അതൊക്കെ അത് ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുന്ന പോലെ ഇരിക്കും. ഓക്കെ, അപ്പൊ അതൊന്നും പ്രത്യേകിച്ച് ഇന്നത് ഇമ്പോർട്ടന്റ് നമുക്ക് പറയാനില്ല. റെക്ടിഫയർ ഇമ്പോർട്ടന്റ് ടോപ്പിക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് കറക്റ്റ് അതെല്ലാം നോക്കണം. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ സി പാർട്ട് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് നോക്കാം സി പാർട്ട് ക്വസ്റ്റ്യൻ. First question, what are universal gates? Okay, why are they called so? Write the truth table and draw the symbol. Okay, ഏതൊക്കെയാണ് നമ്മുടെ യൂണിവേഴ്സൽ ഗേറ്റ്സ്? നമ്മുടെ നാൻഡ് ഗേറ്റും ദെൻ അതുപോലെ തന്നെ നോർ ഗേറ്റും. ഓക്കെ, ഇത് രണ്ടുമാണ് നമ്മുടെ എന്താ, ദീസ് ആർ കോൾഡ് ആസ് ദ യൂണിവേഴ്സൽ ഗേറ്റ്സ്. എന്തുകൊണ്ട് ഇവർ യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന് അറിയപ്പെടുന്നത്? ബിക്കോസ് വി ക്യാൻ മേക്ക് അനദർ ഗേറ്റ് യൂസിങ് ദീസ് ഗേറ്റ്സ്. ഓക്കെ, അതായത് ഈ രണ്ട് ഗേറ്റും യൂസ് ചെയ്തുകൊണ്ട് മറ്റ് ഫണ്ടമെന്റൽ ഗേറ്റ്സുകൾ, അതായത് ആൻഡ്, ഓർ, നോട്ട്, എക്സ് നോർ, ഓക്കെ, ഇത്തരം ഗേറ്റുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ സിമ്പിൾ ആയിട്ട് നിർമ്മിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെ യൂസ് ചെയ്തുകൊണ്ട്, ഓക്കെ, ഇവർ രണ്ടുപേരും യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് മറ്റ് ഗേറ്റുകൾ നിർമ്മിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ വരുന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവരെ അവിടെ യൂണിവേഴ്സൽ ഗേറ്റ്സ് നമ്മൾ അവിടെ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ രണ്ടുപേരെയാണ് നമ്മൾ യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന് അറിയപ്പെടുന്നത്. ഏതൊക്കെയാണ്? നാൻഡും നോറും. ഇപ്പൊ ഇവിടെ നമുക്ക് ജസ്റ്റ് ആ യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്തെന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ചില സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമുക്ക് സാധാരണ ഇന്ന അല്ലെങ്കിൽ നാൻഡ് ഗേറ്റ് നോർ ഗേറ്റ് യൂസ് ചെയ്തുകൊണ്ട് ഇന്ന ഗേറ്റ് നിർമ്മിക്കാനായിട്ട് ചോദിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ അതിന്റെ ആ ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് എങ്ങനെ നിർമ്മിക്കുന്നത് വരയ്ക്കാനായിട്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ അത് ഞാൻ ആ ക്ലാസ്സിൽ അന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ അത് കണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, കണ്ടവര് നോക്കുക, ഇല്ലെങ്കിൽ ഒന്നുകൂടി കാണുക. ഓക്കെ, എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കുക കേട്ടോ. അത് ഓക്കെ, അത് നാൻഡും നോറും വെച്ചിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ ഒന്നുകൂടി പറഞ്ഞുതരാം. ഓക്കെ, അതുകൊണ്ട് ശ്രദ്ധിച്ച് നോക്കുക. ഓക്കെ, നമുക്കിപ്പോ നോർ ഗേറ്റ് അറിയാലോ, ഇതിന് രണ്ട് ടൈപ്പ് വരും. ഓക്കെ, ഒരു ഓർ ഗേറ്റും ഇവിടെ ഒരു നോട്ട് ഗേറ്റും കൊടുത്താൽ എന്തായിട്ട് മാറും, അതവിടെ നോർ ഗേറ്റ് ആണ്. ഓക്കെ, ദിസ് ഇസ് കോൾഡ് ആസ് ദ നോർ ഗേറ്റ്. ദെൻ നാൻഡ് ഗേറ്റ് എങ്ങനെയാണ്? നാൻഡ് ഗേറ്റ് ആൻഡ് ഗേറ്റും ഒരു നോട്ട് കൊടുക്കുന്നത് എന്തായിട്ട് വരും, അതവിടെ ആൻഡ് ഗേറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് ആ ഗേറ്റ് സർക്യൂട്ട്സ് അവിടെ വരുന്നത്. ഓക്കെ, ട്രൂത്ത് ടേബിൾ കൂടി വരയ്ക്കട്ടോ, സിമ്പിൾസും വേണം, ദെൻ അതുപോലെ തന്നെ ട്രൂത്ത് ടേബിളും. ഇപ്പോ ഇതിന് 1 മാർക്ക്, ഇത് 2 മാർക്ക്, സോറി 1 മാർക്ക്, ഇത് 1 മാർക്ക്, 1 മാർക്ക്. ഓക്കെ, ഇങ്ങനെയാണ് മാർക്ക് വരുന്നത്. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയല്ലോ. അപ്പൊ ഓക്കെ, അടുത്ത എക്സ്പ്ലെയിൻ ആൻഡ് ഇല്ലുസ്ട്രേറ്റ് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ അറിയാലോ, എന്താണ്? നോ ടു ഇലക്ട്രോൺസ് ഹാവ് ദ സെയിം ഐഡന്റിക്കൽ ക്വാണ്ടം സ്റ്റേറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു 2 ഇലക്ട്രോൺസിന്, ഓക്കെ, ഒരറ്റത്തിലുള്ള 2 ഇലക്ട്രോൺസിന് ഒരേപോലത്തെ ക്വാണ്ടം നമ്പേഴ്സ് ഒരിക്കലും വരത്തില്ല. അഥവാ എല്ലാം സെയിം ആയി വന്നാൽ പോലും സ്പിൻ എന്തായിരിക്കും, ഒന്ന് അപ്പ് സ്പിൻ ആയിരിക്കും, മറ്റൊന്ന് ഡൗൺ സ്പിൻ ആയിരിക്കും. ഓക്കെ, സ്പിന്നിൽ മാത്രം എന്തുണ്ട്, വേരിയേഷൻ അവിടെ വരും. അങ്ങനെ ഓക്കെ, അതായത് ഒരിക്കലും ഒരേപോലെ എന്ത് ചെയ്തില്ല, അവിടെ നമുക്ക് വരത്തില്ല. ഓക്കെ, അപ്പൊ അതിനാണ് എന്ത് പറയുന്നത്, നമ്മുടെ ആ ഒരു പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ദെൻ അതിനെ കുറച്ചുകൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, നമ്മളത് ക്ലാസ്സിൽ ഒന്ന് ഡിസ്കസ് ചെയ്തായിരുന്നു. ഓക്കെ, അപ്പൊ ആ ഒരു ടോപ്പിക്സ് നിങ്ങൾ ഒന്നുകൂടി എടുത്ത് കാണുക. ഓക്കെ, ആ ഒരു പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളിൻ്റെത്. ഓക്കെ, നമ്മുടെ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളിന്റെ എക്സ്പ്ലനേഷൻ, അതായത് ഒരു ആപ്ലിക്കേഷൻ വൈസ് നമ്മൾ 1-2 സെറ്റ് പറഞ്ഞിട്ടുണ്ട് അവിടെ. ഓക്കെ, ആപ്ലിക്കേഷൻ നമുക്ക് എന്താ
സ്പെക്ട്രൽ ലൈൻസിന്റെ എക്സ്പ്ലനേഷൻ കൊണ്ടുവരാൻ പറ്റും. ഇതിനകത്ത് ഇലക്ട്രോണിക് സ്ട്രക്ചർ, അറ്റോമിക് സ്ട്രക്ചർ, ഓക്കെ, ഇതൊക്കെ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അപ്പൊ അതൊക്കെ നമ്മളിവിടെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കൂടി എന്ത് ചെയ്യുക, ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാനായിട്ട് അവിടെ എഴുതാനായിട്ട്. അപ്പോൾ അവിടെ ഇല്ലസ്ട്രേറ്റ് എന്ന് പറയുന്നുണ്ട്. എക്സ്പ്ലെയിൻ ഇല്ലസ്ട്രേറ്റ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ആപ്ലിക്കേഷൻ എഴുതിയാൽ മതി. ഓക്കെ, ആപ്ലിക്കേഷൻ എഴുതിയാൽ മതി പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ആയിട്ട്. പിന്നെ അതിനകത്തൊരു ഒരു ബോക്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ആ ബോക്സ് വരയ്ക്കണമെന്നില്ല. ഓക്കെ, വരയ്ക്കണമെന്നില്ല. എമ്മിന്റെയും എല്ലിന്റെയും വാല്യൂസ് ഒക്കെയാണ്. ഓർത്തിരിക്കുമെങ്കിൽ മാത്രം ബോക്സ്. പിന്നെ അതിപ്പോ 4 മാർക്കിനല്ലേ. ഓക്കെ, ബോക്സിന്റെ ആവശ്യം വരുന്നില്ല. ഡിസ്ട്രിബ്യൂഷൻ മാത്രം ഒന്ന് കാണിച്ചാലും മതിയാവും. ഓക്കെ, അത് നോക്കുക, നിങ്ങൾക്ക് ബോക്സ് വരയ്ക്കാൻ പറ്റുന്നെങ്കിൽ ആ ഒരു ബോക്സ് കൂടി വരയ്ക്കുക. ഓക്കെ, അത് വാല്യുവേഷനിൽ ഉണ്ടാവുന്ന അറിയത്തില്ല, കറക്റ്റ് ആയിട്ട് അറിയത്തില്ല. ഇല്ലസ്ട്രേറ്റ് എന്ന് പറയുന്നതിൽ ആ ഒരു ടേബിൾ കൂടെ ഇൻക്ലൂഡ് ആണോ എന്ന് കറക്റ്റ് അറിയത്തില്ല. ഓക്കെ, എന്തായാലും നിങ്ങൾ നോക്കി വെച്ചിരിക്കുക. പറ്റുമെങ്കിൽ മാത്രം വരയ്ക്കുക, കൺഫ്യൂഷൻ ആക്കണ്ട. ഓക്കെ, അഥവാ അങ്ങനെ വരച്ചില്ലെങ്കിലും ഇതുണ്ടെങ്കിൽ 1 മാർക്ക് എന്തെങ്കിലും കാണത്തുള്ളൂ അതിനകത്ത്. ഓക്കെ, ബാക്കി ആ ആപ്ലിക്കേഷൻസ് ഒക്കെ നല്ല രീതിയിൽ പഠിച്ചിട്ട് പോയാൽ മതി കേട്ടോ. ആപ്ലിക്കേഷൻസും അതെല്ലാം ഒന്ന് പഠിച്ചിട്ട് പോയാൽ മതി. വെറുതെ പോളിസി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്തെന്ന് മാത്രം എടുത്ത് വെച്ചാൽ 1 മാർക്ക് ഇട്ട് പോകും. 4 മാർക്കിന്റെ 1 മാർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. കേട്ടല്ലോ അത്. ഓക്കെ, ശ്രദ്ധിക്കുക. നമ്മൾ 12th പഠിച്ച ആ ഒരു ഡെഫിനിഷൻ മനസ്സിൽ കാണും. അപ്പൊ അത് മാത്രം എഴുതി വെച്ചാൽ 1 മാർക്ക് കിട്ടും. ഓക്കെ, then next 25th question. Determine the wavelength of the electromagnetic wave emitted when the electronic transition from L to K shall occur in the hydrogen atom. Okay, അതായത് വേവ് ലെങ്ത് ഡിറ്റർമിൻ ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ഹൈഡ്രജൻ സ്പെക്ട്രം ഉണ്ടല്ലോ, ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ ഉണ്ടാകുന്നതിന്റെ വേവ് ലെങ്ത് ഡിറ്റർമിൻ ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു വേവ് ലെങ്ത് ഒക്കെ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് അവിടെ ഒരു ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. ഓക്കെ, എന്താണ് ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്? നമ്മളോട് പഠിക്കുന്ന നമ്മുടെ വേവ് നമ്പറിന്റെ ബേസിസിലാണ്. എന്തായിരുന്നു ആ ഇക്വേഷൻ? നമുക്ക് ഇക്വേഷൻ എഴുതാം. ആൻസർ 25th ആൻസർ ആണ് എഴുതുന്നത്. ഓക്കെ, വേവ് നമ്പർ. ഓക്കെ, ന്യൂ ബാർ ഈസ് ഈക്വൽ ടു 1/λ. ഓക്കെ, 1/λ ഈസ് ഈക്വൽ ടു RH ഇൻറ്റു, ഓക്കെ, RH ഇൻറ്റു 1/n1 സ്ക്വയർ മൈനസ് 1/n2 സ്ക്വയർ. ഓക്കെ, 1/n2 സ്ക്വയർ. ഇതായിരുന്നു ഇക്വേഷൻ. അപ്പൊ ഇവിടെ n equal to 1 എന്നോ n equal to 2 എന്നൊന്നും പറഞ്ഞിട്ടില്ല. കെയും എല്ലും മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ കെയും എല്ലും പറയുമ്പോൾ എൽ ഏത് ഷെല്ലാണ്? കെ ഷെൽ എന്ന് പറയുമ്പോൾ n equal to 1. ഓക്കെ, n equal to 1. അപ്പോ n1 ന്റെ വാല്യൂ 1 ആണ്. n2 ന്റെ വാല്യൂ എന്താണ്? n2 is equal to 2. മനസ്സിലായോ? കെ ഷെല്ലും എൽ ഷെല്ലും. ഓക്കെ, കെ ഷെൽ ആൻഡ് എൽ ഷെൽ. ഓക്കെ, അപ്പോ നമുക്ക് സെക്കൻഡിൽ നിന്നും വണ്ണിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ട്രാൻസിഷൻ അവിടെ ഒക്കർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സെക്കൻഡിൽ നിന്നും വണ്ണിലോട്ട് ട്രാൻസിഷൻ ഒക്കർ ചെയ്യുന്നു. പിന്നെ ബാക്കി ചെയ്യുന്ന അറിയാലോ, എന്ത് ചെയ്താൽ മതി? RH ന്റെ വാല്യൂ കൊടുക്കുക. ഓക്കെ, റിക്വയർ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, RH ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് 1/n1 സ്ക്വയർ മൈനസ് 1/n2 സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും? വേവ് ലെങ്ത് നമുക്ക് അവിടെ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, 1/λ വാല്യൂ എന്ത് ചെയ്യാം? അവിടെ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാം. ഓക്കെ, RH ന്റെ വാല്യൂ കൂടി പറഞ്ഞു നിൽക്കാം. RH ന്റെ വാല്യൂ എത്രയാണ്? RH ന്റെ വാല്യൂ 1.097 into 10 raised to 7. ഓക്കെ, ബാക്കി വാല്യൂസ് കൊടുത്ത് സിംപ്ലിഫൈ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിറ്റർമിൻ ദ ബൈൻഡിങ് എനർജി ഓഫ് ദ tritium. Okay, tritium nucleus. Okay, tritium nucleus given MP is equal to 1.0072276 U. Mn is equal to 1.00865 U and MT. Okay, total mass. Okay, that is 3.01604928 U. Okay, അപ്പോൾ ബൈൻഡിങ് എനർജി കണ്ടുപിടിക്കണം ട്രിഷ്യം ന്യൂക്ലിയസിന്റെ. ഓക്കെ, ന്യൂക്ലിയസിനാണ് വേണ്ടത്. അപ്പോൾ ബൈൻഡിങ് എനർജി ഇക്വേഷൻ എന്താണ്? BE. ഓക്കെ, BEയുടെ ഇക്വേഷൻ B is equal to MP plus 2Mn minus MT into C square. ഓക്കെ, C square. അപ്പൊ ഇതിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് മെഗാ ഇലക്ട്രോൺ ആൻസർ കിട്ടത്തില്ല. അപ്പൊ നമുക്ക് ഇതിലൊരു റിസൾട്ട് കിട്ടും. കിട്ടുന്ന റിസൾട്ടിനെ ഇൻറ്റു എന്ത് ചെയ്യണം? നമുക്ക് ചെയ്യുമ്പോൾ ഒരു ആൻസർ കിട്ടും കേട്ടോ. കിട്ടുന്ന റിസൾട്ടിനെ എന്ത് ചെയ്യണം? 931.5 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എന്ന രീതിയിൽ എന്ത് ചെയ്യണം? മാറ്റി എഴുതണം. ഓക്കെ, ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അതിലോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് ചെയ്യണം? നമ്മൾ അവിടെ എഴുതണം. ഓക്കെ ആണോ അത്? ഓക്കെ, ദെൻ ഞാൻ എന്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് PDF തരുന്ന സമയത്ത് ഞാൻ സെൻഡ് ചെയ്യാം കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം സെൻഡ് ചെയ്യാൻ പറഞ്ഞു, ബട്ട് എനിക്ക് പറ്റില്ല അത്. ഓക്കെ, ഞാൻ എന്തായാലും ഇന്നല്ല നാളെയും മറ്റന്നായിട്ട് ഞാൻ എന്ത് ചെയ്യാം? എന്റെ PDF സെൻഡ് ചെയ്യാം. 2023 24 ഓക്കെ, ആ ഒരു സമയത്ത് എഴുതാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കമ്പയർ ദ ടൈം ഡിപെൻഡന്റ് ആൻഡ് ടൈം ഇൻഡിപെൻഡന്റ് ഷോർട്ട്ജർ ഇക്വേഷൻ. ഓക്കെ, അപ്പൊ ടൈം ഡിപെൻഡന്റും ടൈം ഇൻഡിപെൻഡന്റും എന്താ ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ നമുക്ക് അതിൽ ടൈം ഡിപെൻഡന്റ് ടൈം രണ്ടിന്റെ ഇക്വേഷൻസ് എഴുതുക. ഓക്കെ, ആ ഒരു ചെറിയൊരു ഡെറിവേഷൻ പോലെ ഇക്വേഷൻസ് എഴുതുക. അപ്പൊ അതിൽ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ടൈം ഡിപെൻഡന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് IH കട്ട് ഇൻറ്റു ഡോസ് ഐ ബൈ ഡോട്ട് ഈസ് HI. ഓക്കെ, ആ ഒരു ടേം നമുക്ക് കിട്ടും. അല്ലെങ്കിൽ എനർജി ടേംസ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്.
അതേസമയം ടൈം ഇൻഡിപെൻഡന്റ് ആവുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന എന്തിന്റെ വാല്യൂസാ, നമ്മുടെ സ്റ്റേഷനറി സ്റ്റേറ്റിന്റെ വാല്യൂസ് നമുക്ക് അവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, സ്റ്റേഷനറി സ്റ്റേറ്റിന്റെ വാല്യൂസ് ആണ് ടൈം ഇൻഡിപെൻഡന്റ് കേസിൽ കിട്ടുന്നത്. ഓക്കെ, സ്റ്റേഷനറി സ്റ്റേറ്റ്. ഓക്കെ, സ്റ്റേഷനറി സ്റ്റേറ്റിനെ കുറിച്ച് ഇവിടെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, സ്റ്റേഷനറി സ്റ്റേറ്റ് അല്ല, അല്ലാത്ത സ്റ്റേറ്റ്. ഓക്കെ, അതിലാണ് നമുക്ക് ഐക്യച്ച് നമുക്ക് ഷോർഡിഞ്ചർ ഇക്വേഷൻ, നോർമൽ ഇക്വേഷൻ നമുക്ക് അവിടെ കിട്ടുന്ന ഇതിലാണ് നമ്മുടെ ഒരു ടൈം ഡിപെൻഡന്റ് ആണ്. ഓക്കെ, അപ്പൊ അത് എഴുതാം. പിന്നെ അതിന്റെ കുറച്ച് എക്സ്പ്ലനേഷൻ ഞാൻ അതൊരു കമ്പാരിസൺ ചാർട്ട് ആയിട്ട് കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങൾക്ക് സെൻഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഒന്നുകൂടി വായിച്ചു നോക്കാം അതിനകത്ത്. ഓക്കെ, ഈ കമ്പയർ എന്ന് ചോദിക്കുന്നെങ്കിലും നമ്മളിപ്പോ വെറുതെ ആ കമ്പാരിസൺ മാത്രം എഴുതിയിട്ട് കാര്യമില്ല, അങ്ങനെ ഒരുപാട് പോയിന്റ് അങ്ങനെ വരത്തില്ല അതിനകത്ത്. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒരു ഡെറിവേഷൻസ് കൂടി എഴുതണം. ഓക്കെ, അതായത് ഒരു സിംപ്ലിഫൈഡ് വെർഷൻസ് ഒന്ന് ഷോർട്ട് ചെയ്തൊന്ന് എഴുതേണ്ടി വരും അതിനകത്ത്. ഓക്കെ, അപ്പൊ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ ഇലക്ട്രോണിക്സ് ഇതാ. ഓക്കെ, നമുക്കൊരു 200 ഓക്കെ, അതൊരു സെൻട്രൽ ടാപ്ഡ് ഡയോഡ് നമുക്ക് ഒരു റെക്ടിഫയർ സർക്യൂട്ട് നമുക്കുണ്ട്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ലോഡ് റെസിസ്റ്റർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് എ 200 old VRMS is applied to a diodes of full wave rectifier with 1 kilo ohm rod. ഓക്കെ, 1 kilo ohm ആണ് അതിന്റെ ലോഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ലോഡ് റെസിസ്റ്റൻസ്. നെഗ്ലക്റ്റിംഗ് ദ ഡയോഡ് റെസിസ്റ്റൻസ്. ഓക്കെ, കാൽക്കുലേറ്റ് ദ ആവറേജ് DC വോൾട്ടേജ് ആൻഡ് കറണ്ട്. ഓക്കെ, ആവറേജ് DC വോൾട്ടേജ് ആൻഡ് കറണ്ട് നമുക്ക് എന്ത് ചെയ്യണം, അവിടെ നമുക്ക് ഡിറ്റർമിൻ ചെയ്യണം. ഓക്കെ, അപ്പൊ അതിൽ നമുക്ക് VDCയുടെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യണം, അവിടെ ഡിറ്റർമിൻ ചെയ്യണം. ദെൻ അതുപോലെ തന്നെ IDCയുടെ വാല്യൂ. ഓക്കെ, അപ്പൊ ആദ്യം VDC ഡിറ്റർമിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഡിറ്റർമിൻ ചെയ്യാം, ഇവിടെ നമുക്ക് ഇവിടെ എഴുതാം. 28 ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് അവിടെ VDCയുടെ വാല്യൂ വേണം. ഓക്കെ, VDCക്ക് ഒരു സിമ്പിൾ ടേം വാല്യൂ 2 into V peak value. Okay, voltage, peak voltage divided by pi. Okay, peak voltage divided by pi. ഈ പീക്ക് വോൾട്ടേജ് എന്ന് പറയുമ്പോൾ VRMS ബൈ √2 ആണ്. എന്താണ് VRMS ബൈ √2 ആണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ പീക്ക് വോൾട്ടേജ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, VRMS ബൈ √2. ഇവിടെ VRMS 200 എടുത്താൽ മതി, 200 ആണല്ലോ. ഓക്കെ, അപ്പോ VRMS ബൈ √2 ആണ് പീക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് കിട്ടും, ദാറ്റ് ഇസ് ഈക്വൽ ടു 2 into 200 divided by √2. Okay, √2 whole divided by pi എന്ന് കിട്ടും. ഓക്കെ, ഏകദേശം ഒരു 180 സംതിങ് വരും കേട്ടോ, 180.3 വോൾട്ട് സംതിങ് വരും. ഓക്കെ, സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇത് നമ്മുടെ VDC വാല്യൂ. ഓക്കെ, എന്തിന്റെ വാല്യൂ, VDC വാല്യൂ. അപ്പൊ VDC വാല്യൂ കിട്ടിക്കഴിഞ്ഞു. ഇത് നമുക്ക് എന്ത് ചെയ്യാം, IDC ഇക്വേഷൻ കൊടുക്കാമല്ലോ. IDC is equal to VDC by R. ഓക്കെ, RL. ഓക്കെ, ലോഡ് റെസിസ്റ്റൻസ് ആണ്. ലോഡ് റെസിസ്റ്റൻസ് 1 കിലോ ഓം എന്നാ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 1000 എന്ന് എഴുതാം. ദാറ്റ്സ് ഈക്വൽ ടു 180.3 ഡിവൈഡ് ബൈ 1000. ഓക്കെ, ഇറ്റ്സ് ഈക്വൽ ടു എത്ര കിട്ടാം, 180.3 മില്ലി ആംപിയർ എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ IDC വാല്യൂ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, ഫുൾ വേവ് റെക്ടിഫയർ തന്നിട്ടുണ്ട്. അപ്പോൾ VDC ദാറ്റ് ഈസ് 2 V peak ഡിവൈഡ് ബൈ. ഓക്കെ, നമ്മളവിടെ V max എന്നാണ് നമ്മൾ ടെക്സ്റ്റിൽ പഠിച്ചെന്ന് തോന്നുന്നു. ഓക്കെ, രണ്ടും സെയിം തന്നെ, പീക്ക് അല്ലെങ്കിൽ മാക്സിമം. ഓക്കെ, V peak is VRMS by √2 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 into √2 2 into 200 divided by √2 whole divided by pi. ഓക്കെ, അപ്പൊ ഇതാണ് എന്താ വാല്യൂ. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് the 3 transistor current are in the ratio IE is to IB is to IC is to 1 is to 1 minus alpha is to alpha. ഓക്കെ, ഇത് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? നമുക്ക് ഇത് സോൾവ് ചെയ്യണമെങ്കിൽ നമ്മുടെ ആ റിലേഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ട്രാൻസിസ്റ്ററിന്റെ കറണ്ട് റിലേഷൻസ്, അതായത് നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും. അത് ഇവിടെ 29th ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് I is to IB is to IC എന്ന് കിട്ടണം. ഇറ്റ് ഈസ് ഈക്വൽ ടു 1 is to 1 minus alpha is to alpha എന്ന് കിട്ടണം. ഇതല്ലേ വേണ്ടത്? ഓക്കെ, അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്താണ്, ഐയുടെ ഇക്വേഷൻ IE is equal to IC plus IB ആണ്. ഓക്കെ, IC plus IB ആണ് നമ്മുടെ ഐയുടെ ഇക്വേഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ ഐയുടെ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്, നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ അവിടെ ഐയുടെ ഇക്വേഷൻ I is equal to IC plus IB ആണ്. ആൽഫയുടെ ഇക്വേഷൻ എന്താണ്, ആൽഫ ഈസ് ഈക്വൽ ടു IC by IE. ഓക്കെ, IC by IE ആണ് ആൽഫയുടെ വാല്യൂ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനടുത്തൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? ഓക്കെ, നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യാം. ദാറ്റ് ഇസ് IC ഈസ് ഈക്വൽ ടു എന്താ, IC ഈസ് ഈക്വൽ ടു ആൽഫ IE എന്ന് കൊടുക്കുന്നു. ഓക്കെ, IC ഈസ് ഈക്വൽ ടു ആൽഫ
ഐ. അതേസമയം നമുക്ക് ഐ ബി ആയിട്ടൊരു റിലേഷൻ ഉണ്ട്. ഓക്കെ, അത് നമ്മുടെ ബീറ്റ വെച്ചുള്ള റിലേഷനാണ്. അത് ഇങ്ങനെ റിലേഷൻ വരും. ദാറ്റ് ഇസ് ഐ ബി ഈസ് ഈക്വൽ ടു 1 മൈനസ് ആൽഫ ഇൻറ്റു ഐ ഇ. ഓക്കെ, എന്താണ് ഐ ബി ഈസ് ഈക്വൽ ടു 1 മൈനസ് ആൽഫ ഇൻറ്റു ഐ ഇ. ഓക്കെ, ഇത് നമ്മൾ മറ്റൊരു കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് എടുക്കേണ്ടി വരും. ഓക്കെ, ഇപ്പൊ ഞാൻ ഡയറക്റ്റ് എഴുതിയതേ ഉള്ളൂ. ഓക്കെ, അപ്പോ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഐ സിക്ക് ഒരു വാല്യൂ കിട്ടി, ഐ ബിക്ക് ഒരു വാല്യൂ കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ഇതിനകത്ത്. അപ്പോ ഐ ഇ is equal to, okay, I is equal to എന്ത് കേട്ടോ? I is equal to I സിയുടെ ആൽഫ ഐ ഇ. ഓക്കെ, ആൽഫ ഐ ഇ പ്ലസ് ഐ ബിയുടെ അവിടെ എന്ത് എഴുതാം? 1 മൈനസ് ആൽഫ ഐ ഇ. ഓക്കെ, അപ്പൊ അതായത് നമുക്കിനി മാറ്റി എഴുതാമല്ലോ. ഐയുടെ അവിടെ ഐ തന്നെയാണ്, റിലേഷൻഷിപ്പ് എഴുതുന്ന പോലെ. ഓക്കെ, ഐ ബിയുടെ അവിടെ ഐ ബി ഈസ് ടു ഐ സി. ഓക്കെ, ഈക്വൽ ടു ഐയുടെ അവിടെ 1. ഓക്കെ, 1. ഐ ബിയുടെ അവിടെ 1 മൈനസ് ആൽഫ. ഓക്കെ, 1 മൈനസ് ആൽഫ. ഇവിടെ എന്ത് വരും? ഈസ് ടു ആൽഫ. ഓക്കെ, കറക്റ്റ് അല്ലേ അത്? ഓക്കെ, നമ്മൾ റിലേഷൻഷിപ്പ് എഴുതാനാ പറയുന്നത് കേട്ടോ, അതിന്റെ ആ ഒരു റേഷ്യോ ഫോമില്. ഓക്കെ, സിമ്പിൾ അല്ലേ അത്? ഓക്കെ, ഒന്ന് ചിന്തിച്ച് എടുത്താൽ എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് അത് പെട്ടെന്ന് ഓർമ്മയിൽ വരത്തില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നോക്കി വെച്ചിരിക്കുക, ചിലപ്പോൾ ചോദിക്കാം. പിന്നെ കഴിഞ്ഞ തവണ ചോദിച്ചതാണ്, കഴിഞ്ഞ തവണ ചോദിച്ചോണ്ട് ചിലപ്പോൾ പറയാൻ പറ്റില്ല. ഓക്കെ, ഇൻ കേസ് ചോദിക്കുവാണെങ്കിൽ അറ്റൻഡ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത പോലത്തെ ക്വസ്റ്റ്യനാ. ഓക്കെ, നമ്മുടെ കഴിഞ്ഞ ദിവസം മീൻസ് നമ്മുടെ ഒരു ക്ലാസ്, നമ്മുടെ ഡി സി ലോഡ് ലൈൻസിന്റെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്. ഓക്കെ, അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ? എ ട്രാൻസിസ്റ്റർ വർക്കിംഗ് ഇൻ എ പൊട്ടൻഷ്യൽ ഡിവൈഡ് ബയാസ് മെത്തേഡ് ഹാസ് ഫോളോയിങ് പാരാമീറ്റേഴ്സ്. ഓക്കെ, ഫോളോയിങ് പാരാമീറ്റേഴ്സ്. പാരാമീറ്റേഴ്സ് എന്താണ് പറയുന്നത്? ദാറ്റ് ഈസ് വി സി സി വാല്യൂ 12 വോൾട്ട് ആണ്, R1 വാല്യൂ വന്നിട്ട് 50 കിലോ ഓം ആണ്, R2 വാല്യൂ വന്നിട്ട് 10 കിലോ ഓം ആണ്, RE വന്നിട്ട് എത്രയാണ്? 1 കിലോ ഓം ആണ്. ഓക്കെ, ഡിറ്റർമിൻ ഐ സി ഫോർ ജെർമേനിയം ആൻഡ് സിലിക്കൺ ട്രാൻസിസ്റ്റർ. രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ജെർമേനിയത്തിന്റെയും അതുപോലെ തന്നെ സിലിക്കന്റെയും ഐ സി വാല്യൂസ് നമ്മൾ അവിടെ ഡിറ്റർമിൻ ചെയ്യണം. രണ്ടിന്റെയും വി ബി ബേസ് എമിറ്റർ വോൾട്ടേജ് തന്നിട്ടുണ്ട് 0.3യും 0.7 ആണ്. സിലിക്കൺ 0.7ഉം ജെർമേനിയത്തിന് 0.3 ആണ്. ഓക്കെ, അപ്പൊ അതൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ടുണ്ട്. ബട്ട് നമ്മൾ എന്ത് ചെയ്യണം? ദെൻ രണ്ടും സെപ്പറേറ്റ് ആണ് നമ്മളിവിടെ ഡിറ്റർമിൻ ചെയ്യണം. അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ ജെർമേനിയം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ജെർമേനിയത്തിന്റെ ബി ബി ഇ വാല്യൂ. ഓക്കെ, ബി ബി ഇ വാല്യൂ എത്രയാണ്? ബി ബി ഈക്വൽ ടു 0.3 വോൾട്ട് ആണ്. ഓക്കെ, 0.3 വോൾട്ട്. അപ്പൊ നമുക്ക് അവിടെ എമിറ്റർ വോൾട്ടേജ് വേണം. ഓക്കെ, എമിറ്റർ വോൾട്ടേജ് എത്ര കിട്ടും? എമിറ്റർ വോൾട്ടേജ് പറയുമ്പോൾ നമ്മുടെ ബേസ് വോൾട്ടേജ്. ഓക്കെ, നമുക്കിവിടെ ബേസ് വോൾട്ടേജ് പറയുന്നുണ്ട് ഇതിനകത്ത്. ബി ബി വാല്യൂ എഴുതി പറഞ്ഞു കേട്ടോ. വി നമ്മുടെ ബേസ് എമിറ്റർ വോൾട്ടേജ് വിഇ. ഓക്കെ, വിഇ ദാറ്റ്സ് വി ബി മൈനസ് വി ബി ഇ. ഓക്കെ, വി ബി. അപ്പൊ നമുക്ക് ഇവിടെ നമ്മുടെ ബേസ് വോൾട്ടേജ്. ഓക്കെ, ഈ ഒരു ബേസ് വോൾട്ടേജ് എന്ന് പറയുന്നത് നമുക്കിപ്പോ ഇവിടെ R1 ഉണ്ട്. ഓക്കെ, R1 50 കിലോ ഓം, R2 10 അല്ലേ? ഓക്കെ, നമുക്ക് എടുക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് ബി ബി നമുക്ക് 2 വോൾട്ട് തരുന്നത് കേട്ടോ. 2 വോൾട്ട് ഞാൻ പറഞ്ഞത് 2 വോൾട്ട് ഇങ്ങനെ വന്നത് -0.3. ഓക്കെ, -0.3. നമുക്ക് അത് വന്നിട്ട് 1.7 വരും. ഓക്കെ, 1.7. ദെൻ അതുപോലെ തന്നെ നമ്മുടെ അവിടുത്തെ എമിറ്റർ കറണ്ട് നമ്മൾ ഡിറ്റർമിൻ ചെയ്യണം. ഓക്കെ, എമിറ്റർ കറണ്ട് ദാറ്റ് ഇസ് ഐ വാല്യൂ. ഓക്കെ, ഐ വാല്യൂ എത്ര കിട്ടും? വിഇ ബൈ ആർ ഇ. ഓക്കെ, വിഇ ബൈ ആർ ഇ വിച്ച് ഇസ് ഈക്വൽ ടു 1.7 divided by 1. Okay, it's equal to 1.7 milli ampere. Okay, ഇവിടെ 1 കിലോ ഓം ഉണ്ട്. ഓക്കെ, 1 കിലോ അത് മുകളിൽ പോകുമ്പോൾ എന്ത് ചെയ്യും? മുകളിൽ പോകുന്ന സമയത്ത് അത് മില്ലി ആംപിയറിലോട്ട് മാറും. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? എമിറ്റർ കറണ്ട് നമ്മളിവിടെ ഒബ്റ്റെയിൻ ചെയ്തു. ഓക്കെ, ഐയുടെ വാല്യൂ ഐ ഇസ് ഈക്വൽ ടു വി ബൈ ആർ ഇ. ഓക്കെ, ദെൻ അപ്പൊ നമുക്ക് ഇനി എന്ത് വേണം? നമ്മുടെ കളക്ടർ കറണ്ട് നമുക്ക് ഇവിടെ ഡിറ്റർമിൻ ചെയ്യണം. ഓക്കെ, കളക്ടർ കറണ്ട് എന്തായിരിക്കും? കളക്ടർ കറണ്ട് നമ്മൾ പറയുന്നത് നമ്മുടെ ബീറ്റ വാല്യൂ വെരി മച്ച് ലാർജർ ആണ്. ഓക്കെ, വെരി മച്ച് ലാർജർ ദാൻ 1. ഓക്കെ, ബീറ്റയുടെ വാല്യൂ 1നെക്കാട്ടി വളരെ കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടുത്തെ ഐ സി ഈസ് ഈക്വൽ ടു നിയർലി ഈക്വൽ ടു ഐ ഇ ആണ്. നിയർലി ഈക്വൽ ടു എത്ര കിട്ടും? 1.7 മില്ലി ആംപിയർ നേട്ടം. ഓക്കെ, ഇത്രയാണ് 1.7 മില്ലി ആംപിയർ. ഓക്കെ, അപ്പൊ നമ്മളവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു വാല്യൂ എടുക്കുന്നുണ്ട്. ഇതില് നമ്മുടെ ഈ ഒരു വാല്യൂ ബി ബി വാല്യൂ നമ്മൾ സെപ്പറേറ്റ് ഡിറ്റർമിൻ ചെയ്യണം. ഓക്കെ, ഞാൻ സോൾവ് ചെയ്ത് വെച്ചപ്പോൾ ചെയ്തു. ഞാൻ ഇപ്പോൾ പറഞ്ഞ സമയത്ത് ഞാൻ പെട്ടെന്ന് മറന്നു പോയത്. ഓക്കെ, വി ബി ഞാൻ പറഞ്ഞില്ല വി ബി എങ്ങനെ എടുത്തു എന്ന്. നമ്മുടെ അവിടുത്തെ നമ്മുടെ ബേസ് വോൾട്ടേജ് അല്ലേ വേണ്ടത്? ബേസ് വോൾട്ടേജ് മീൻസ് ഇവിടുത്തെ വോൾട്ടേജ് ബേസിൽ വി ബി വോൾട്ടേജ്.
അപ്പോൾ അവിടെ നമ്മൾ എടുക്കുന്ന ഒരു ഇക്വേഷൻ ഇങ്ങനെയാണ് VB is equal to VCC into VCC into R2 divided by R1 plus R2. ഓക്കെ, എന്താണ് VCC into R2 divided by R1 plus R2. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ അടുത്ത് VB വാല്യൂ എത്തിയിരുന്നത്, അവിടെ നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതായത് നമ്മുടെ വോൾട്ടേജ് ഡിവൈഡർ റൂൾ യൂസ് ചെയ്ത് എടുക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ ഇക്വേഷൻ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അതിനകത്ത് നമ്മുടെ പൊട്ടൻഷ്യൽ ഡിവൈഡർ, എനിക്ക് നമ്മൾ പൊട്ടൻഷ്യൽ ഡിവൈഡറോട് പ്രത്യേകിച്ച് ഒരു പ്രോബ്ലം സെക്ഷൻ അങ്ങനെ പഠിച്ചെന്ന് തോന്നുന്നില്ല അതിനകത്ത്. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു ഇക്വേഷൻ എഴുതി വെച്ചിരിക്കുക. നമ്മുടെ പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയാസിന്റെ വോൾട്ടേജ് ഡിവൈഡർ റൂൾ യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, VBയുടെ വാല്യൂ. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് കിട്ടുന്നത്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 2 വോൾട്ട് എന്ന് കിട്ടുന്നത് കേട്ടോ. അപ്പൊ നോട്ട് ചെയ്യൂ, ഇവിടെ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് 2 വോൾട്ട് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, 2 വോൾട്ട്. ഓക്കെ, ബാക്കി ഓക്കെ ആണല്ലോ, ബാക്കി കാര്യങ്ങൾ ഓക്കെ, ബാക്കി നമ്മുടെ ഉണ്ട് ഡയറക്റ്റ് ആയിട്ട്. ഓക്കെ, അപ്പോൾ നോക്കുക. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ കേസിൽ ഡിറ്റർമിൻ ചെയ്തു, എന്താ നമ്മുടെ കളക്ടർ കറണ്ട് അതിന് നമ്മളിവിടെ ഡിറ്റർമിൻ ചെയ്തു. ഇനി ഇതേപോലെ തന്നെ എന്തുകൂടി ഡിറ്റർമിൻ ചെയ്യണം, നെക്സ്റ്റ് നമ്മുടെ ആ ഒരു ജർമേനിയ നമ്മളിപ്പോ നോക്കി. ഇനി അടുത്ത് നമ്മുടെ സിലിക്കന്റെ കേസ് നമ്മളോട് നോക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് സിലിക്കന്റെ കേസ് നോക്കാം. ഫോർ സിലിക്കൺ. ഓക്കെ, സിലിക്കൺ ആണെങ്കിൽ എന്താ പ്രത്യേകത, സിലിക്കൺ ആണെങ്കിൽ അവിടെ VBE is equal to 0.7 വോൾട്ട് ആയിരിക്കും. Then VE is equal to VB minus VBE. ഓക്കെ, ഇവിടെ എത്ര വരും, 2 minus 0.7 which is equal to 1.3 വോൾട്ട്. 1.3 വോൾട്ട്. ഇനി നമുക്ക് I എടുത്താൽ നമുക്ക് എത്ര കിട്ടും, I വാല്യൂ IE is equal to VE by RE എന്ന് കിട്ടാം, which is equal to 1.3 divided by 1.3 divided by 1. Okay, 1 kilo ohm. Okay, 1 kilo ohm. That's 1.3 milliampere. Okay, 1.3 milliampere. നമുക്കറിയാം കളക്ടർ കറണ്ട് എമിറ്റർ കറണ്ട് ഏകദേശം സെയിം തന്നെയാണ്. ഇവിടെ നമുക്ക് I നിയർലി ഈക്വൽ ടു IC എന്ന് എടുക്കാം, which is equal to എത്ര കിട്ടാം, 1.3 milliampere. ഓക്കെ, സിമ്പിൾ അല്ലേ. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക്, അതായത് വേറെ ചാപ്റ്റേഴ്സിലൊക്കെ പിന്നെയും ഇക്വേഷൻസ് കൊടുത്താൽ കിട്ടും. ഇവിടെ പിന്നെ നമ്മൾ കുറച്ചൊന്ന് ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, കാരണം ആ ഒരു ലൂപ്പും അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് അതുമായിട്ട് ചിന്തിച്ചാൽ ഇലക്ട്രോണിക്സ് ആൻസേഴ്സ് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ബൈൻഡിങ് എനർജിക്ക് ഇക്വേഷൻസ് പഠിച്ചു വെച്ചാൽ എടുക്കാം. ഓക്കെ, ബൈൻഡിങ് എനർജി അതുപോലെ തന്നെ നമ്മുടെ ഏതാ അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നല്ലോ, ഇത് നമ്മുടെ സ്പെക്ട്രം. ഓക്കെ, സ്പെക്ട്രം ബേസ് ചെയ്ത് വരുന്നത്. അപ്പൊ അതൊക്കെ നമുക്ക് ഇക്വേഷൻ അറിയാൻ നമുക്ക് ഡയറക്റ്റ് എടുക്കാൻ പറ്റും. ബട്ട് ഇതിന്റെ കേസ് വെച്ച് നമ്മൾ ജസ്റ്റ് നോക്കിയാൽ എന്ത് ചെയ്യാൻ പറ്റും, എഴുതാനായിട്ട് പറ്റുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇൻ എ C configuration of a transistor, VCC given as 10 volt and RC is equal to 4 kilo ohm. Draw the DC load line. Determine the Q point if the zero signal base current is 10 micro ampere and beta is equal to 50. അപ്പൊ DC ലോഡ് ലൈൻ എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, DC ലോഡ് ലൈൻ്റെ ഇക്വേഷൻ നമുക്ക് അറിയാം, നമ്മൾ KVL ഒക്കെ അപ്ലൈ ചെയ്ത് DC ലോഡ് ലൈൻ ഇക്വേഷൻസ് പഠിച്ചു വെച്ചിട്ടുണ്ട്. എത്രയാണ്, ദാറ്റ്സ് VCC is equal to VCC equal to VCE is equal to VCC minus IC into RC. ഓക്കെ, IC into RC ആണ് നമ്മുടെ എന്താ ഇക്വേഷൻ. അപ്പൊ നമ്മുടെ ആ ഒരു ഫസ്റ്റ് പോയിന്റ് ഡിറ്റർമിൻ ചെയ്യാൻ, ഓക്കെ, ഈ ഒരു പോയിന്റ് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ ഒരു പോയിന്റ് ഡിറ്റർമിൻ ചെയ്യാൻ നമ്മുടെ VCE വാല്യൂ നമ്മൾ എന്ത് ചെയ്യും, 0 ആക്കും. ഓക്കെ, VCE 0 ആക്കും. അപ്പൊ അവിടെ IC is equal to VCC by RC എന്ന് കിട്ടും. ഓക്കെ, VCC by RC എന്ന് കിട്ടും. ദാറ്റ് ഈസ് നമുക്ക് അവിടെ 10/4 കിലോ ആണ്, കിലോ ഓം ആണ്. ദാറ്റ്സ് 2.5 മില്ലി ആംപിയർ എന്ന് വരും. ഓക്കെ, 2.5 മില്ലി ആംപിയർ. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഒരു വാല്യൂ കിട്ടും. ഓക്കെ, ഇവിടുത്തെ വാല്യൂ എത്രയാണ്, 2.5 മില്ലി ആംപിയർ. ഓക്കെ, അപ്പോൾ A എന്നുള്ള പോയിന്റ് ആയി കഴിഞ്ഞു. ഇനി അതുപോലെ B എന്ന പോയിന്റ് നമുക്ക് ഇവിടെ വേണം. ഓക്കെ, B പോയിന്റ് വേണം. അപ്പൊ B പോയിന്റ് വരുന്ന സമയം നമുക്കറിയാം നമ്മുടെ IC വാല്യൂ 0 ആക്കുവാണ്. IC വാല്യൂ 0 ആയി കഴിഞ്ഞാൽ 0 ആവും. പിന്നെ ഇവിടെ VCC ഇക്വലന്റ് ആണ്, എത്രയാണ്, 10 വോൾട്ട് അല്ലേ, 10 വോൾട്ട്. ഓക്കെ, നമുക്ക് DC ലോഡ് ലൈൻ കിട്ടി. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, നമുക്കവിടെ Q പോയിന്റ് നമുക്കവിടെ ഡിറ്റർമിൻ ചെയ്യണം. അപ്പൊ Q പോയിന്റ് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് നമുക്ക് ഇവിടുത്തെ പോയിന്റ് നമുക്ക് Q പോയിന്റ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട് ഇപ്പോ, ദാറ്റ് ഇസ് Q പോയിന്റ് എടുക്കാനായിട്ട് നമുക്ക് IB വാല്യൂ ഉണ്ട്. IB വാല്യൂ which is equal to എത്രയാണ്, IB വാല്യൂ എന്നിട്ട് ദാറ്റ് ഇസ് ഈക്വൽ ടു 10 മൈക്രോ ആംപിയർ. ഓക്കെ, 10 മൈക്രോ ആംപിയർ. കറണ്ട് ഗെയിൻ ബീറ്റയുടെ വാല്യൂ ഉണ്ട്, എത്രയാണ്, 50 ആണ്. ഓക്കെ, അപ്പൊ അത് യൂസ് ചെയ്ത് കളക്ടർ കറണ്ട് IC വാല്യൂ എടുക്കാം. IC is equal to ബീറ്റ ടൈംസ് IB ആണ്. ഓക്കെ, സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 0.5 മില്ലി ആംപിയർ കിട്ടും. ഓക്കെ, 0.5 മില്ലി ആംപിയർ. അപ്പൊ നമുക്ക് അവിടെ ഈ പോയിന്റ് IC വാല്യൂ കിട്ടി. ഓക്കെ, ഇവിടെ നമുക്ക് IC വാല്യൂ കിട്ടും, എത്രയാണ്, 0.5 മില്ലി ആംപിയർ എന്നാണ് ഒബ്റ്റെയിൻ ചെയ്തു. ഇനി എന്തുകൂടി വേണം, ഒരു VCE വാല്യൂ കൂടി വേണ്ടേ. അപ്പൊ VCE എന്ത് കിട്ടും,
വി സി ഈസ് ഈക്വൽ ടു വി സി സി മൈനസ് ഐ സി ഇൻറ്റു ആർ സി ആണ്. അപ്പൊ നമ്മൾ ക്യൂ പോയിന്റ് ഡിറ്റർമിൻ ചെയ്യുന്ന സമയത്ത് ഐ സി വേറെ സബ്സ്റ്റിറ്റ്യൂട്ട് 0 ഒന്നും ആക്കത്തില്ല. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 10 മൈനസ് 0.5 into 4 എന്ന് കിട്ടും. Is equal to എത്ര കിട്ടും? 10 മൈനസ് 2 is equal to എത്രയാണ്? 8 വോൾട്ട് എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ 8,0.51 എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ക്യൂ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, നമ്മൾ ക്യൂ പോയിന്റ് അവിടെ ഡിറ്റർമിൻ ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ കൺവേർഷൻസ് ചെയ്ത് നോക്കുക. കൺവേർഷൻസ് ഓക്കെ, ഓരോ കൺവേർഷൻസ് ആയിട്ട് സിംപ്ലിഫൈ ചെയ്ത് നോക്കുക. ഓക്കെ, നമ്മൾ അതിന്റെ ടെക്നിക്സ് പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് ഇനി അത് ആൻസർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്തിട്ട് കിട്ടുന്നില്ല, ഡൗട്ട് ഉണ്ടെങ്കിൽ എന്താ ചോദിച്ചാൽ മതി അതിന്റെ ആൻസേഴ്സ്. ഓക്കെ, അപ്പോൾ നോക്കിയാൽ മതി അത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഡിസ്റ്റിങ്വിഷ് ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് ന്യൂക്ലിയസ്. ഓക്കെ, അപ്പൊ ജനറൽ പ്രോപ്പർട്ടീസിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും അവിടെ പറയണം. ഓക്കെ, നമ്മളവിടെ സൈസ്, ന്യൂക്ലിയർ സൈസ്, വോളിയം, ഓക്കെ, then അതുപോലെ തന്നെ പ്രോട്ടോൺസിന്റെ ന്യൂട്രോൺസിന്റെ കാര്യം, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്, ബൈൻഡിങ് എനർജിയുടെ കാര്യം, അത്തരം കാര്യങ്ങൾ, പിന്നെ റേഡിയോ ആക്ടിവിറ്റിയെ കുറിച്ച്. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഓവറോൾ ഐഡിയ, ഓക്കെ, എന്താണ് ന്യൂക്ലിയസ് എന്നും then അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ബാക്കി ടേംസും, ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചല്ലോ അതിനകത്ത്. ഓക്കെ, ന്യൂക്ലിയസിനകത്ത്. ഓക്കെ, അതെല്ലാം എന്ത് ചെയ്യുന്നത് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്താണ് അത് എഴുതാനായിട്ട്. എസ് എ ക്വസ്റ്റൻ ആണ്. ഓരോ ഹെഡിങ് ആയിട്ട് എഴുതിയാൽ മതി. ഓക്കെ, 1 by 1 ആയിട്ട് ഒരു ഹെഡിങ് ആയിട്ട് എന്ത് ചെയ്താൽ മതി, അവിടെ നമ്മൾ കൊടുത്താൽ മതിയാവും. ഓക്കെ, മിക്സ് ആക്കി ഒറ്റ പാരഗ്രാഫ് പോലും ആക്കി കളയല്ലേ കേട്ടോ. ടീച്ചേഴ്സിന് അറിയാൻ പറ്റത്തില്ല നിങ്ങൾ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ന്യൂക്ലിയർ ചാർജ് എന്താണ്, ദെൻ ന്യൂക്ലിയർ സൈസ് എന്താണ്, ഡെൻസിറ്റി എങ്ങനെ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എന്ത് അവിടെ എഴുതുക. ഓക്കെ, എസ് അങ്ങനെ ഹെഡിങ് എഴുതിയാൽ മതി. ഓക്കെ, ഹെഡിങ് 2 ലൈൻ ഒക്കെ ചെയ്ത് കൊടുക്കാം. Next, apply Schrodinger equation for a particle inside a box and obtain and plot the expression of first 3 normalized wave function. Okay, നമ്മൾ അന്ന് ആ ഒരു ക്വാണ്ടം മെക്കാനിക്സ് നമ്മുടെ ആ ഒരു പാർട്ടിക്കിൾ ഇൻസൈഡ് എ ബോക്സ് നമ്മൾ ആ ഒരു ഫിഗർ ഒക്കെ വരച്ച് പഠിച്ചു വേവ് ഫംഗ്ഷന്റെ. ഓക്കെ, വേവ് ഫംഗ്ഷൻസ് നമുക്ക് എങ്ങനെ വരുന്നു, പ്രോബിലിറ്റി, ഡെൻസിറ്റി റിലേറ്റ് ചെയ്യുന്ന വേവ് ഫംഗ്ഷൻ എങ്ങനെയാണ്. ഓക്കെ, നമ്മളത് ഈ ഒരു ഗ്രാഫ് ഒക്കെ ഞാൻ പ്ലോട്ട് ചെയ്ത് പഠിച്ചില്ലേ. ഓക്കെ, അതാണ് ഞാൻ പ്രോബിലിറ്റി ഗ്രാഫ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ നോട്ട് കൂടി നോക്കുക അതിനകത്ത്. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതും വരയ്ക്കണം, അത് എഴുതുകയും വേണം, ഡെറിവേഷനും വേണം. ദെൻ അതുപോലെ തന്നെ അതിന്റെ ആ ഒരു നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷന്റെ എനർജി ലെവൽസ് വരയ്ക്കുകയും വേണം. ഓക്കെ, ആർക്കെങ്കിലും അതിന്റെ കിട്ടുന്നില്ല, ആൻസർ കിട്ടിയില്ലെങ്കിൽ എടുത്ത് പറഞ്ഞാൽ ഞാൻ സെൻഡ് ചെയ്ത് തരാം. ഓക്കെ, ഒന്നുകൂടി നോക്കുക, എവിടെയെങ്കിലും കിട്ടുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, എന്നോട് പറയാൻ ഞാനത് ഒന്നുകൂടി സെൻഡ് ചെയ്ത് തരാം. ഓക്കെ, next question, analyze the working of a practical circuit of a common emitter amplifier, distinguish the major parameter. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത അതേ കാര്യമാണ്. കോമൺ എമിറ്റർ ആംപ്ലിഫയർ, സി ആംപ്ലിഫയർ, സിംഗിൾ സ്റ്റേജ് സി ആംപ്ലിഫയർ ആണ് ചോദിക്കുന്നത്. സർക്യൂട്ട് വരയ്ക്കുക, ഓരോ കാര്യങ്ങൾ അതിനകത്ത് പഠിച്ച കാര്യം കംപ്ലീറ്റ് എന്ത് ചെയ്യുക, അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുക. ഓക്കെ, നമ്മൾ അതിനകത്ത് 2 കാര്യങ്ങളൊക്കെ പഠിച്ചല്ലോ, ടേംസും ദെൻ അതുപോലെ തന്നെ പാരാമീറ്റേഴ്സ്, ഐ സി വാല്യൂ, ഐ ബി വാല്യൂ എങ്ങനെയാണ്, ദെൻ R1 R2 ഒക്കെ എങ്ങനെ ചൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതെല്ലാം എന്ത് ചെയ്യുക, അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതായിരുന്നു നമ്മുടെ 2024 ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് അത്യാവശ്യം ഏതെങ്കിലും ടോപ്പിക്സ്, ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടി അറിയണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ആൻസേഴ്സ് കിട്ടുന്നില്ല എങ്കിൽ എന്ത് ചെയ്യാം, ഇൻഫോം ചെയ്യാം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാതെ നോക്കാം. ഓക്കെ, നമുക്കിനി വരുന്നൊരു സെക്ഷനിൽ നമുക്കിനി ഇപ്പൊ നമ്മൾ ഏകദേശം ടോപ്പിക്സ് ഡിസ്കസ് ചെയ്തു. ഇനിയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ വെറൈറ്റി ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ അത് ഒരു ക്ലാസ്സിൽ കൂടി പറഞ്ഞുതരാം. ഓക്കെ, മറ്റൊരു ക്ലാസ്സിൽ ഉണ്ടാകുന്ന നമ്മൾ കെമിസ്ട്രി ബാച്ചിനായിരിക്കും. ഓക്കെ, ഞാൻ അതിന്റെ ലിങ്ക് കൂടി ഇതിനകത്ത് സെൻഡ് ചെയ്തിരിക്കാം, നിങ്ങൾ കാണുക. അതിനകത്ത് എന്തെങ്കിലും വ്യത്യാസമുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടുമല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ ഗ്രൂപ്പിൽ സെൻഡ് ചെയ്തിരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. ഓക്കെ.